لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച പവിത്രമാക്കിയ മാസമാണ് മുഹറം മാസം. വഹുവ അവ്വലു ശുഹൂരി സനത്തിൽ ഹിജ്രിയ്യ. ഹിജറയുടെ വർഷം കണക്കാക്കുമ്പോൾ ആ വർഷത്തിലെ ആദ്യ മാസമായി പരിഗണിക്കുക മുഹറം മാസത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തോ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ ഈ കണക്ക് അങ്ങനെ പറയുന്ന പരിപാടിയില്ല. ഇന്ന വർഷം ഇന്ന മാസം അങ്ങനെ ഒന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. നസാറാക്കളും റോമും ഒക്കെ ഇസ്ലാമിന്റെ കീഴിലായി. അപ്പൊ അവിടെയുള്ള രാജാക്കന്മാര് അവിടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡേറ്റും അതേപോലെ ദിവസവും വർഷവും ഒക്കെ എണ്ണിയിട്ടാണ് എന്നവർക്ക് മനസ്സിലായി. അവരുടെ കത്തുകളിൽ നിന്നും കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റ് രേഖകളിൽ നിന്നും. അപ്പൊ മുസ്ലിമുകൾക്കിടയിൽ ഒരു ചർച്ച വന്നു, നമുക്കും അങ്ങനെ ഒരു കണക്ക് വേണമല്ലോ. പല അഭിപ്രായങ്ങളും വന്നു. ബദർ യുദ്ധം, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയ ആ സമയം ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ വെച്ചുകൊണ്ട് ആ വർഷം ആരംഭിക്കാൻ കൽപ്പിച്ചു. കാരണം ഹിജറ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പുനർജന്മമാണ്. കാരണം 13 കൊല്ലം മക്കത്ത് കഷ്ടപ്പാടും യാതനകളും അനുഭവിച്ച അവർ ഹിജറയിലൂടെ നേടിയത് ദീനുൽ ഇസ്ലാമിന്റെ ഒരു തലസ്ഥാനമാണ്, ഒരു രാഷ്ട്രമാണ് മദീന എന്ന രാഷ്ട്രം. അപ്പൊ അന്ന് തൊട്ട് വർഷം കണക്കാക്കി പിന്നീട് അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തേക്ക് ഈ വർഷത്തേക്ക് ഏകദേശം 1447 വർഷമായി ഹിജറക്ക് ശേഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഹിജറ ചെയ്തത് ഒളിച്ചോട്ടം എന്നാണ് പൊതുവെ അതിന് പറയുക. ഒരു ഒളിച്ചോട്ടമാണ്. കാരണം അവരാരും കാണുകയല്ല ഹിജറ പോയത്. ആരും അറിയാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദപ്രകാരം ഓരോരുത്തരായി അവരവരുടെ സമയവും അവസരവും സന്ദർഭവും നോക്കി മദീനത്തേക്ക് പോയത്. ആ പോക്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒളിച്ചിട്ടാ പോയത്. രാത്രിക്ക് രാത്രി ആരും കാണാതെ നാടുവിട്ടതാണ്. പക്ഷെ എന്നാൽ എല്ലാരും കാണുക, പോക്കിനെ പറ്റി എല്ലാരെയും അറിയിച്ചു കൊണ്ടുപോയത് ആര് മാത്രമാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അദ്ദേഹം എല്ലാരും അറിയിച്ചു. അദ്ദേഹം അരയിൽ വാള് തൂക്കി, ഒരു കയ്യില് അദ്ദേഹത്തിന്റെ വടിയും മറ്റേ കൈമല് ഈ അമ്പും വില്ലും ഒക്കെ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, കാബന്റെ മുമ്പിലേക്ക്. വെല്ലുവിളിച്ചുകൊണ്ടാവും ഹിജറിന്റെ യാത്ര അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷെ ഒരാൾ അനങ്ങിയില്ല. അതേസമയത്ത് ബാക്കിയുള്ളവർ അബൂബക്കർ സിദ്ദീഖിനെ വരെ റളിയല്ലാഹു അൻഹു അടിച്ചും ഉപദ്രവിച്ചും വേദനിപ്പിച്ചിട്ടുണ്ട് ഖുറൈശികൾ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു പോക്ക് പോയപ്പോൾ അവിടെ അള്ളാഹു മറ്റൊരു ഖൈർ ചെയ്തത് മക്കയിലുള്ള ഫക്കീറന്മാരായ അടിമകളായ മുസ്ലിമീങ്ങൾക്കാണ്. കാരണം അവർക്ക് പോവാൻ ധൈര്യമില്ല. ഉമർ പോകുന്ന കണ്ടിട്ട് ബാക്കിൽ ആരും പോകുന്നില്ല എന്ന് കണ്ടപ്പം ഇവരെല്ലാം കൂടി ബാക്കിൽ കൂടി ഉമറിന്റെ കൂടെ അങ്ങനെ തന്നെ മദീനയിലേക്ക് ഹിജറ ചെയ്തു. അപ്പൊ ആ ഹിജറ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പുതിയ ഒരു വഴിത്തിരിവാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നു. ആ യാത്രയിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് പാഠങ്ങളുള്ള
പല സംഗതികളും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഹിജ്റന്റെ യാത്രയിൽ. അതിലൊന്ന് തവക്കുൽ ഈമാന്റെ ഭാഗമാണ്. പക്ഷെ തവക്കുലാക്കുന്നത് അസ്ബാബുകളെ തർത്തീബ് ചെയ്തുകൊണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഭ്രാന്താണ്. അസ്ബാബുകൾ ഉപയോഗിക്കാതെ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തവക്കുലല്ല, അത് സൂഫിസമാണ്, തസവ്വുഫാണ്. കാരണം മദീനയിലേക്ക് ഹിജറ പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം തിരഞ്ഞെടുക്കുന്നത് രാത്രിയാണ്. രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞ് ഇരുട്ടത്താണ്. അതൊരു പ്ലാനിങ് ആണ്, യാത്രക്കുള്ള പ്ലാനിങ് ആണ്. കാരണം ഖുറൈശികൾ കാണാതിരിക്കണം. അവിടെ ഞാൻ നബിയല്ലേ, റസൂലല്ലേ, ദീനു വേണ്ടി പോകുന്നല്ലേ, അതുകൊണ്ട് പട്ടാപ്പകന് പോയാലും എന്താ പ്രശ്നം, അല്ലാഹു കാക്കൂലേ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കലും ദീനിലില്ല. അസ്ബാബുകൾ നമ്മൾ തർത്തീബാക്കുക, എന്നിട്ട് അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് പോകുന്നതിന്റെ പകരം നേരെ എതിർദിശയിലേക്ക് കുറെ ദൂരം സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് നേരെ ഉൾട്ട യു-ടേൺ തിരിഞ്ഞിട്ടാണ് പിന്നെ മദീനയുടെ റൂട്ടിലേക്ക് വരുന്നത്. അതും ആ യാത്രക്ക് വേണ്ടിയുള്ള ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ടുള്ള തർത്തീബാണ്. കാരണം ഇവരെ കാണാതാകുമ്പോൾ ഖുറൈശികൾ എന്തായാലും ആലോചിക്കും. അപ്പൊ ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തു പറയുമാ, ഈ ഭാഗത്തേക്കാ പോകുന്നത് കണ്ടത്. അപ്പൊ അവരുടെ തെരച്ചിലും അവരുടെ പോക്കും ആ ഭാഗത്തേക്കേ ആദ്യമാവുള്ളൂ. എന്നാലോ കുറെ കഴിഞ്ഞ് യു-ടേൺ തിരിഞ്ഞ് മദീനന്റെ വഴിയിൽ കൂടി പോയിട്ടുമുണ്ട്. തവക്കുലിനെതിരല്ല. സൂഫികൾ ചോദിക്കും, എന്തിനാ അങ്ങനെ, നേരെ കണ്ടു പോയാ പോരെ, അല്ലാഹുവിന്റെ റസൂലല്ലേ, എന്തിനാ പേടിക്കുന്ന വെറുതെ? ഇല്ല, തവക്കുൽ വേണം. പക്ഷെ അസ്ബാബുകളെ ഇസ്തിമാല് ചെയ്യല് ദീനാണ്. മദീനയിലേക്ക് ആ യാത്ര അങ്ങനെ തുടരുകയല്ല ചെയ്തത്. അതിൻ്റെ ഇടയില് ഗാർ സൗറിൽ 3 ദിവസം താമസിച്ചു. അത് ഖുറൈശികളുടെ അവസ്ഥയും നിലപാടും നമ്മളെ പറ്റി അറിഞ്ഞോ, ചർച്ച നടക്കുന്നുണ്ടോ, ബാക്കിൽ വരുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടി മാത്രം 3 ദിവസം അവിടെ നിന്നു. നബിയല്ലേ, റസൂലല്ലേ, മുഅ്ജിസാത്തുകളൊക്കെ ഉള്ള ആളല്ലേ, അങ്ങനെ പോയാൽ ഇപ്പൊ എന്താ പ്രശ്നം, അങ്ങനെയൊക്കെയാ ചോദിക്കുക സൂഫികൾ. ശരിയല്ല, ഇതൊരു സബബാണ്, ഒരു തർത്തീബ് അങ്ങനെ വേണം, എന്നിട്ട് തവക്കുലാക്കണം. അങ്ങനെ 3 ദിവസം ഗുഹയിൽ താമസിച്ചു എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ പകൽ സമയത്ത് കഅബയുടെ ചുറ്റും ചെന്ന് ഖുറൈശികൾക്കിടയിലുള്ള വർത്തമാനങ്ങളും ചർച്ചകളും ഒക്കെ കേൾക്കണം. എന്നിട്ട് രാത്രിയാവുമ്പം ഇവിടെ വന്ന് നമുക്ക് വിവരം തരണം. അബ്ദുറഹ്മാനെ ഈ ചുമതല ഏൽപ്പിക്കുന്നത് ഒന്ന് റസൂലും മറ്റൊന്ന് ഔലിയാക്കളുടെ നേതാവുമാണ്. റസൂലിനും വലിയനും ഗൈബിയായ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുമായിരുന്നുവെങ്കിൽ ആദ്യം അറിയേണ്ടത് ആരാ? ഈ 2 ആൾക്കാരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം, അബൂബക്കർ സിദ്ദീഖ് അറിയണം റളിയല്ലാഹു അൻഹു. അറിയില്ല. ആ 2 പേർക്ക് അറിയില്ലെങ്കിൽ പിന്നീട് വന്നവർക്ക് എങ്ങനെയാണ് ഗൈബ് അറിയുക? ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് ഇന്ന ആളുകൾക്ക് ഗൈബ് അറിയും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നോൻ കള്ളനാണ്, വിശ്വസിക്കാൻ പറ്റൂല. മറഞ്ഞ കാര്യം അറിയാൻ ഒരിക്കലും സാധിക്കൂല. കൂറത്തങ്ങൾ അറിയോ? അറിയില്ല, അറിയണ്ട. അയാൾ ഉറൂസെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അയാളൊരു മുരീദ് അയാളെ പുകഴ്ത്തിയിട്ട് പറഞ്ഞ ഒരു സംഗതി, മഹാനായ കൂറത്തങ്ങളുടെ മഹാനായ മകൻ പറഞ്ഞുവത്രേ, കൂറത്തങ്ങൾ പോയത് മൊയ്തീൻ ഷേഖ് വിളിപ്പിച്ചിട്ടാണ്. മൊയ്തീൻ ഷേഖ് ആണ് നേടുന്നു ബഗ്ദാദിന്റെ ഖബറിന്ന്. ബഗ്ദാദിന്റെ ഖബറിലല്ല ഉണ്ടാവുക, ശരീരം മണ്ണായി പോയിട്ടുണ്ടാവും. അപ്പൊ മൊയ്തീൻ ഷേഖ് വിളിപ്പിച്ചിട്ടാണ് കൂറത്തങ്ങൾ പോയത്. ഈ വർത്തമാനം പറയണമെങ്കിൽ എന്തായിരിക്കും അവരുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിശ്വാസവും അവരുടെ ആദർശവും ഒക്കെ? അക്കൂട്ടക്കാര് പറയുന്ന സംഗതിയാണിത്. ഈ പറയപ്പെട്ട ആളുകൾക്ക് എന്തറിയാൻ പറ്റും?
ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഇതാണ്, എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് അബ്ദുറഹ്മാനെ ഏൽപ്പിച്ചത്? സൗർ ഗുഹ മദീനയുടെ തൊട്ടടുത്താണ്, കുറേ ദൂരം വേണ്ടി പോണ്ട, അടുത്ത് തന്നെയാണത്, നടന്നു വരാവുന്ന ദൂരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഗാർ സൗറിലേക്ക്. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനാ മോനെ ഏൽപ്പിക്കുന്നത്? ഗൈബ് അറിയുമെങ്കിൽ തൊട്ടപ്പുറത്ത് മക്കത്ത് നടക്കുന്ന കാര്യം ഇവര് കാണൂലേ, കേൾക്കൂലേ, അറിയൂ, സാധ്യമല്ല. അതുകൊണ്ടാണ് അവര് ഈ വഴി ഉപയോഗിച്ച് അറിയാൻ. അതും എന്താ പറഞ്ഞതെന്നറിയോ? രാത്രി വേണം നീ മുകളിലേക്ക് കയറി വരാൻ. കാരണം പകല് വരുമ്പോ ആരെങ്കിലും കണ്ടാൽ അവര് ബാക്കിൽ വരും, നമ്മളെ പിടിക്കും. ആ പേടിയും ഇവർക്കുണ്ട്. മാത്രമല്ല അസ്മാ റളിയല്ലാഹു അൻഹ, ആരെ മോള്? അബൂബക്കർ സിദ്ദീഖിന്റെ മോള് രാത്രിയാവുമ്പം ഭക്ഷണം കൊണ്ടുവരും. അപ്പൊ മകനും രാത്രി നടന്നു വരുന്നുണ്ട്, മോള് ഭക്ഷണം എടുത്തിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായും അവരുടെ കാലടിയാണം ഈ ഗുഹയിലേക്ക് ഖുറൈശികൾ സൂക്ഷിച്ചു നോക്കിയാൽ അവർക്ക് തിരിയും. അന്നത്തെ കാലത്ത് ഉള്ള ആളുകള് ഭൂമി നോക്കിയിട്ടും മണ്ണ് നോക്കിയിട്ടും ഒക്കെയാണ് ആരെങ്കിലും നടന്നിനോ വന്നിനോ പോയിനോ ഇതൊക്കെ മനസ്സിലാക്കുക. അവർക്ക് തിരിയും അത്. കാരണം അവര് ആ അറബികള്, ഈ മരുഭൂമി താമസിക്കുന്ന ആളുകൾ, കുതിരകൾ ഉപയോഗിക്കുന്നവർ, ആ ഇൽമ അവർക്ക് ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അദ്ദേഹത്തിന്റെ ആട്ടിടയനോട്, നീ ആടുകളെ മേച്ച് തിരിച്ചു പോകുന്ന സമയം ഇവര് നടന്നു വരുന്ന വഴിയിലൂടെ ആടുകളെ കൊണ്ടോണം. എന്തിനാ? ആ കാറിന്റെ അടയാളം മാഞ്ഞു പോവാൻ. അത്രയും പ്ലാനിങ്ങൾ എന്തിനാ ഈ ഒരു റസൂലും ഈ വലിയും ചെയ്യുന്നു? ഇവിടെ ചില ആൾക്കാർ ഭൂ നൂതുമ്പോഴേക്ക് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവർ ഇത്രയും വല്ല തർത്തീബല്ലാക്കുന്ന എന്തിനാ? ഇവർക്ക് വേറെ വഴിയില്ല, സാധാ മനുഷ്യന്മാരാണ്. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. തർത്തീബുകൾ ചെയ്യണം, പ്ലാനുകൾ തയ്യാറാക്കണം, എന്നിട്ട് അള്ളാഹുവിൽ ബരമേൽപ്പിക്കണം. ഇതെല്ലാം അവർ ചെയ്തു, എന്നിട്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അവസാനം ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖിനെയും റളിയല്ലാഹു അൻഹു തേടി ഈ പറഞ്ഞ ഗുഹാമുഖത്തി എത്തി. അവിടെ ഇവരുടെ തവക്കില് അള്ളാഹു യാഥാർത്ഥ്യമാക്കി. ചെയ്യേണ്ടെല്ലാം ചെയ്ത്, എന്നിട്ട് ആരെയാണോ ഏൽപ്പിക്കേണ്ടത് ഇതെല്ലാം ചെയ്തിട്ടും അവിടെ എത്തി. പക്ഷെ ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവിടെ ഇടപെട്ടു. സാനിയസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു. അവിടെ വേറൊരു പാഠമുണ്ട്. അബൂബക്കർ സിദ്ദീഖിന് പേടിക്ക് കാരണം അവരുടെ കാല് അദ്ദേഹം നോക്കുമ്പോൾ കണ്ടു. അപ്പൊ ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ ഗുഹക്കുള്ളിലുള്ള സംഭവം അവർ കാണും. രണ്ടാൾക്കാരെയും പിടിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, ജാറങ്ങളിൽ നിന്നോ തെങ്ങന്മാരടുത്തു നിന്നോ കിട്ടുന്ന ഒരു ഉറുക്കോ ഒരു ഏലസോ ഒരു തകിടോ ഒരു കുപ്പിയോ കൈക്കിലുണ്ടെങ്കിൽ മനുഷ്യന്മാര് നിർഭയരാണ്. അവർക്ക് വേറെ പേടിയില്ല. അഥവാ നമ്മളത് ഊരാൻ പറഞ്ഞാൽ തന്നെ അവർക്ക് അത് ഊരാൻ തന്നെ പേടിയാവും. ഊരിയാൽ എനിക്ക് എന്തെങ്കിലും ആവും, പേടി, പിന്നെ ഭയം വരും, അല്ലെങ്കിൽ രോഗമാവും, അങ്ങനെ എന്തെങ്കിലും പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഗുഹയിൽ നിൽക്കുന്നത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അല്ലാഹു കഴിഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ട മഹാനായ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖിന് എന്താണ്? പേടിയാണ്. ശരി, ഇനി അങ്ങനെ പേടിച്ച അനുയായിയോട് ഈ നേതാവ് എന്താവണം പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പം ചില ആളുകൾ പറയുന്ന വാദപ്രകാരം ഒരു പേടിയും വേണ്ട, കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പം പറയുന്നത്. തങ്ങളുണ്ട്, ഷെയ്ഖുണ്ട്, ആ നൂലുണ്ട്, ഇതുണ്ട്, അതുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കൂടെ അള്ളാഹു ഉണ്ട്. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. അള്ളാഹിന്റെ സഹായം വന്നു. ഖുറൈശികൾ അങ്ങനെ തന്നെ തിരിച്ചുപോയി. 3 ദിവസത്തിന് ശേഷം അവർ മദീനയെ ലക്ഷ്യമാക്കി യാത്രയാവുകയും ചെയ്തു. ആ യാത്രയിൽ പിന്നെയും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. അത് വേറെ വിഷയം. അപ്പൊ ആ ഹിജറയെ പരിഗണിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു വർഷം തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു വർഷത്തിലെ അറബി മാസങ്ങളിൽ ഒന്നാമത്തെ മാസമായി പരിഗണിക്കുക മുഹറം മാസത്തെയാണ്. രണ്ടാമത്തേതോ സഫർ,
റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതാണ് അറബിയിലെ 12 മാസങ്ങൾ. അതറിഞ്ഞിരിക്കണം മുസ്ലിമീങ്ങൾ. വഅഹദുൽ അശ്ഹുറുൽ ഹുറും അല്ലതി ഖാല അല്ലാഹു ഫീഹാ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രം എന്ന് പറഞ്ഞ മാസങ്ങളിൽ ഒരു മാസമാണ് ഈ പറഞ്ഞ മുഹറം മാസം. സൂറത്തു തൗബയിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കണക്കിൽ, അല്ലാഹുവിന്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12 എന്ന് തൊട്ടാണ്? യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് തൊട്ട് ഈ 12 മാസങ്ങളും നിലവിലുണ്ട്. അപ്പൊ ഖുറൈശികളും ജാഹിലിയ കാലത്ത് തന്നെ മാസങ്ങൾ എണ്ണുമ്പം ഈ പറഞ്ഞ മാസങ്ങളൊക്കെ എണ്ണി. അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ മാസങ്ങളിൽ പല പേരുകളും ഇസ്ലാമിനോടൊരു ഒരു പശർമയുള്ള പേരുകളാണ്. ദുൽഹിജ്ജയൊക്കെ പോലെ. എന്തുകൊണ്ടാവണം ജാഹിലിയത്തിലും ഖുറൈശികൾ അങ്ങനെ ഇസ്ലാമിക് ടച്ചുള്ള പേരുകൾ അവരങ്ങനെ അവരുടെ ഇസ്തിഅമാലിൽ, അവരുടെ ഉപയോഗത്തിൽ വരാനുള്ള കാരണം, അവർ മില്ലത്ത് ഇബ്രാഹിമിനെ ഫോളോ ചെയ്ത് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ പിൻതലമുറക്കാരാണ്. അതുകൊണ്ട് മില്ലത്ത് ഇബ്രാഹിമിലെ പലതും അവരിൽ ഇപ്പോഴും ഉണ്ട്. എന്ത് കടന്നുകൂടി എന്ന് മാത്രം? ശിർക്ക് വന്നു എന്ന് മാത്രം. ശിർക്ക് വന്ന് അവരാ മില്ലത്തിൽ നിന്ന് പുറത്തായെങ്കിലും ആ മില്ലത്തിലെ പല സംഗതികളും ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഷിയാക്കളെ പോലെ, ഒന്നുകൂടി പറഞ്ഞാൽ സമസ്തക്കാരെ പോലെ. പറയാണ്ടിരുന്നത് കാര്യമൊന്നുമില്ല, അങ്ങനെ മൂടി വെച്ചിട്ട് ഈ അർത്ഥമൊന്നുമില്ല. നിങ്ങളിവിടെ മടക്കേരിയിൽ കർണാടകയിൽ സമസ്ത തന്നെ പറയാം, സമസ്തക്കാരെ പോലെ. മുഹമ്മദി ശരീഅത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പല നിയമങ്ങളും അമലുകളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ അവരിലുണ്ടെങ്കിലും എന്തു വന്നുപോയി? ഖുറൈശികൾക്ക് വന്ന പോലെ ശിർക്ക് വന്നുപോയി. അതുകൊണ്ടാണ് ഖുറൈശികൾ എന്തു പറഞ്ഞത്? റബ്ബാര് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയുന്നത്. പരിശുദ്ധ കഅബാലയത്തിനെ അവർ സ്വന്തം നഫ്സിനേക്കാളും അധികം ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്, അവര് ഹജ്ജ് നിർവഹിക്കുന്നത്, കഅബം തവാഫ് ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകളെ പ്രത്യേകം പരിഗണിച്ച് അവർക്ക് ഭക്ഷണം വിളമ്പുന്നത്, അവിടെയുള്ളവർക്ക് വെള്ളം കുടിപ്പിക്കുന്നത്, ഇതൊക്കെ മില്ലത്തെ ഇബ്രാഹിമിൽ നിന്ന് അവർ ശീലിച്ച ഇസ്ലാമിന്റെ ചില ശീലങ്ങളാണ്. അതവരിലുണ്ടെങ്കിലും ശിർക്ക് വന്നുപോയി. ആ ഉള്ളതിന് തെളിവാണ് ഈ പറയപ്പെട്ട തരത്തില് മാസങ്ങളും അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. 12 മാസം. അപ്പൊ ജാഹിലിയ്യത്തിലെ ഈ മാസങ്ങളുണ്ട്. പിന്നെ ഈ മാസങ്ങൾക്കുള്ള പ്രത്യേകതകളും ആദരവുകളും വന്നതോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബൂവത്ത് കിട്ടി ഇന്ന മാസങ്ങളൊക്കെ അങ്ങനെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചതിന് ശേഷം. റമദാൻ പോലെ ഖുറൈശികൾ ആ മാസത്തെ അപ്പോഴും റമദാൻ തന്നെയാ വിളിക്കല്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിക്കപ്പെട്ട മാസം എന്നാണ്. അതായത് ആ മാസം വരുന്ന, ഇപ്പൊ നമുക്ക് ജൂൺ ജൂലൈ വരുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ വരിക? മഴ വരും. ഒരു ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴോ തണുപ്പായി. പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ചിലാകുമ്പോൾ ചൂട്. അതേപോലെ കടന്നു വരുന്ന ആ സമയത്ത് ചൂട് സമയത്ത് വന്ന മാസമാണ് റമദാൻ. അപ്പൊ ഭൂമിയൊക്കെ വറ്റി വരണ്ട് വിണ്ട് കീറി ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് അതിനോട് സൂചിപ്പിക്കുന്ന പേരാണ് റമദാൻ, കരിയുന്ന മാസം എന്നർത്ഥത്തിൽ അവർ വിളിച്ചു. പക്ഷെ പിന്നീട് ഉലമാക്കൾ അതിനെ ദീനുമായി ബന്ധപ്പെടുത്തി നല്ലൊരു അർത്ഥം അതിന് പറഞ്ഞു തന്നു. അതായത് ബനു ആദമിന്റെ ആദം സന്തതികളുടെ പാപക്കറകളെ കരിച്ചു കളയുന്ന മാസമാണ് റമദാൻ എന്ന ആ പേരിന്റെ അർത്ഥത്തെ അങ്ങോട്ട് ചേർത്ത് നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ ചുരുക്കത്തില് 12 മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട അന്ന് തൊട്ട് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണത്തിനെ പവിത്രമാക്കി. നമ്മൾ നേരത്തെ ജുമയിൽ പറഞ്ഞ പോലെ ഈ 4 മാസം പവിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ മുമ്പോട്ടങ്ങ് പോയി, മറ്റു വിഷയങ്ങളിലേക്ക് പോയി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നീട് അതേതാണ് ആ 4 മാസം എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ എന്ത് മനസ്സിലായിക്കൊള്ളണം? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഉദ്ദേശം, ലക്ഷ്യം നമുക്ക് പറഞ്ഞു തരേണ്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളെ മാറ്റിവെച്ച്, ഹദീസിനെ മാറ്റിവെച്ച് ഖുർആൻ മനസ്സിലാക്കാൻ നിന്നാൽ പിഴച്ചു പോകും. ആ കാര്യം ഉറപ്പാണ്, സംശയമില്ല. ഖുർആനല്ലേ അള്ളാഹുവിന്റെ നൂറുള്ള കലാമല്ലേ, അതിനെയല്ലേ സ്വീകരിക്കണം നമ്മൾ പറയുന്നു. പിന്നെ നിങ്ങൾ എന്താ പറയുന്നു ചോദിച്ചാൽ, ഖുർആനെ അങ്ങനെ സ്വീകരിക്കാൻ നിന്നാൽ പിഴച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയമില്ല. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യുദില്ലു ബിഹി മയ്യശ. ഖുർആൻ കൊണ്ട് തന്നെ ചില ആളുകൾ ദ്വലാലത്തിലാവും. അതിങ്ങനത്തെ ആളുകളാണ്. കാരണം ഹദീസ് ഇല്ലാതെ അവർക്ക് ഖുർആനെ മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പൊ അവരെന്ത് ചെയ്യും? വെറും വാക്കർത്ഥത്തിന് മാത്രം വിധികൾ പറയാൻ തുടങ്ങും. പരിശുദ്ധ ഖുർആനിന്റെ ഇന്ന ആയത്ത് ഒരുപക്ഷെ ചിലപ്പം അത് ഖുർആനിൽ ഉണ്ടാവും. ആ ആയത്ത് അങ്ങനെ തന്നെ ഖുർആനിൽ ഉണ്ടാവും. പക്ഷെ അതിന്റെ മഅനയോ അതിന്റെ ആശയമോ മുസ്ലിമീങ്ങൾക്ക് ബാധകമായിരിക്കൂല. ചിലപ്പോ ഖുർആനിൽ അങ്ങനത്തെ ഒരു ആയത്ത് ഉണ്ടാവൂല, പക്ഷെ നിയമം ബാധകമായിരിക്കും. നാസിഖും മൻസൂഖുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉലമാക്കൾ പറഞ്ഞു, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. ഖുർആനിൽ അല്ലാഹു ഇറക്കിയ ചില ആയത്തുകളെ പിന്നീട് അല്ലാഹു പിൻവലിച്ചിട്ടുണ്ട്. അത് ആളുകളുടെ മനസ്സിൽ നിന്നും മറന്നുപോയി, അല്ലാഹു മറപ്പിച്ചു. എഴുതി വെച്ചതുണ്ടെങ്കിൽ അല്ലാഹു അത് മായ്ച്ചു കളഞ്ഞു. പിന്നെ അവർക്കത് വായിക്കാനോ പറയാനോ സാധിച്ചിട്ടില്ല. ഏതുപോലെ അറിയോ? സൂറത്തുൽ അഹ്സാബ് പറഞ്ഞപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൻ നൂർ ഇങ്ങനെ ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ട്, അശ്ശൈഖു വശ്ശൈഖതു ഇദാ സനയാ. ഒരു വയസ്സായ ആണുങ്ങളും വയസ്സായ പെണ്ണുങ്ങളും വ്യഭിചരിച്ചാൽ എന്ത് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് മൻസൂഖായി പോയി. അത് അള്ളാഹു ആളുകളെ മനസ്സിൽ മറപ്പിച്ചു, പിന്നെ ആ ഓത്തില്ലാതെയാക്കി. പക്ഷെ അതിന്റെ ഹുക്മ് നിലവിലുണ്ട്. ആയത്ത് ഖുർആനില്ല, നിയമം നിലവിലുണ്ട്. സൂറത്തുൽ മുജാദലയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്ന സമയം, നിങ്ങൾ പ്രവാചകനെ കാണാൻ വേണ്ടി പോകുമ്പം എന്തെങ്കിലും ഹദിയ കൊണ്ടുപോകണം എന്ന കൽപ്പന പുറപ്പെടുവിച്ചു. ഇദാ നാജൈതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖ. അല്ലാഹു റസൂലിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഹദിയ കൊണ്ടുപോകണം. ആ ആയത്തിനെ അമൽ ചെയ്ത ഏക വ്യക്തി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. വേറെ ആരും അമൽ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാവർക്കും പ്രയാസമാവുമല്ലോ, ബുദ്ധിമുട്ടാവുമല്ലോ, എല്ലായിടത്തും അങ്ങക്ക് കൊണ്ടുതരാൻ ഒന്നും ഉണ്ടാവൂലല്ലോ. അല്ലാഹു ആ നിയമത്തെ പിൻവലിച്ചു. അല്ലാഹു ആ നിയമം പിൻവലിച്ചു. പക്ഷെ ആയത്ത് എവിടെ ഉണ്ട്? ഖുർആനിൽ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസോ അതുമായി ബന്ധപ്പെട്ട മുൻഗാമികളുടെ ചർച്ചകളോ ഒന്നും വായിക്കാതെ ഖുർആന്റെ അറബി ഭാഷ പഠിച്ച് ഖുർആന്റെ ആയത്തുകളെ അർത്ഥം വെക്കുന്നു പറയും. ഇതാ കണ്ടില്ലേ, മദീനത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നാ പറഞ്ഞു പറ്റി നേർച്ചയ്ക്ക് തെളിവ് പറയും. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ജാറത്ത് പോകുമ്പോ കൊണ്ടുപോയിട്ട് ഇടുന്നതാണല്ലോ. അപ്പൊ മദീനത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും കൊടുക്കണം, റസൂലുള്ളാഹിക്ക് കൊടുക്കണം എന്നാ അല്ലാഹു പറഞ്ഞത്, കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? അവിടെ അങ്ങനെ ഇട്ടവരുണ്ടായിരുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് തെറ്റ് ചെയ്ത ആളുകൾ വരികയും എന്നിട്ട് റസൂലുള്ളാഹിനോട് അവർ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് പറയുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ആയത്ത് ഇപ്പോഴും ഖുർആനിലുണ്ട്. പക്ഷെ അതിന്റെ ഹുക്മ് നിലവിലില്ല. ഏതായത്ത്? വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക. എന്താ അർത്ഥം? ജാഊക, അവർ നിങ്ങളുടെ അടുക്കൽ വരണം. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ അറിയാത്ത ഒരാൾ ഖുർആൻ വായിച്ചിട്ട് പറയും, അങ്ങനെയാണല്ലോ ഇപ്പം മടക്കേരിയിൽ അടക്കം പറയുന്നത്, ഖുർആൻ ഇങ്ങനെയുണ്ട്, അതിന് അപ്പുറത്തെന്തുണ്ട് അറിയില്ല, ഇപ്പുറത്തെന്തുണ്ട് അറിയില്ല, എന്താ മുഫസ്സിറുകളുടെ ചർച്ച അതും അറിയില്ല. ഓ നിങ്ങൾ നോക്കിയിട്ട് ഒരു മുസ്തഫ ഉസ്താദ് പറഞ്ഞു കൊടുത്തായിരിക്കും, നമ്മളെ മറ്റേ മുസ്തഫ മൗലവി പറയുക ഖുർആൻ ഇങ്ങനെയുണ്ട്, ജാഊക, റസൂലിന്റെ അടുത്തേക്ക് പോകണം എന്നാണ് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അംറാണ്. അതുകൊണ്ട് ഇവര് തെറ്റിദ്ധാര എന്താക്കണം? മദീനത്തേക്ക് പോകണം. പോകുന്ന ആൾക്കാരുണ്ടാവും. ആയത്തുണ്ട്, പക്ഷെ അതിന്റെ ഹുക്മ് നിലവിലില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടുകൂടി അത് അസ്ഥിരപ്പെട്ടു പോയി.
അപ്പൊ ഈ ആയത്തില് മിൻഹാ അർബഅത്തുൻ ഹുറും, ഈ 12 4 പവിത്രമാണ്. നമുക്കത് ഏതെന്നറിയാൻ വേറെ ഒരു വഴിയുമില്ല. അതോട് ചോദിക്കും, അല്ലാണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അല്ല പറയാണ്ട് നമുക്ക് ഏതെങ്കിലും 4 മാസത്തെ ഈ ഇതുണ്ടല്ലോ, അത്തിക്കുത്തി 16, ആര് പറഞ്ഞു 16, ഞാൻ പറഞ്ഞു 16, തെറ്റുണ്ടെങ്കിൽ എണ്ണിക്കോ. പൊട്ടന്മാര് കല്ല് മാവ് മറിയുന്ന പോലെ നമുക്കങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതെവിടുന്ന് കിട്ടി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സനതു 12 ശഹ്റ, വർഷം 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. സലാസത്തുൻ മുതവാലിയാത്തുൻ, 3 ചേർന്ന് വരുന്ന ഒരുമിച്ച് വരുന്ന മാസമാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അതേപോലെ റജബ് മുദർ അല്ലദീ ബൈന ജമാദി വ ശഅബാൻ, ജമാദിന്റെ ഈ ശഅബാന്റെയും ഇടയിലുള്ള റജബും ആണ്. ഈ 4 മാസം റസൂലുള്ളാഹി പറഞ്ഞതിനെ കൊണ്ട് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ദീനാവൂ, ഹിദായത്താവൂ. والمحرم سمي بذلك لكونه شهرا محرما. മുഹറം എന്ന് പറയുന്ന മാസത്തിന് ഈ പേര് ഇങ്ങനെ വെക്കപ്പെടാനുള്ള കാരണം, അത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഖുറൈശികൾ ജാഹിലിയത്തിൽ സഫർ തൊട്ട് ദുൽഹിജ്ജ വരെയുള്ള മാസത്തിനെ ഇന്ന് നമ്മൾ വിളിക്കുന്ന അതേ പേരിനെ വിളിച്ചത്. പക്ഷെ മുഹറത്തിന് പറഞ്ഞത് സഫറുൽ അവ്വൽ എന്നാണ്, മുഹറം എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം പവിത്രമാക്കപ്പെട്ടത് എന്നർത്ഥം വരുന്ന പേരിൽ ആ മാസത്തിന് പേര് വെച്ചു. അതുകൊണ്ടാണ് അതിന് മുഹറം എന്ന് പേര് വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഈ ആയത്ത് പറഞ്ഞിട്ട് അതിൽ നിന്നും ഒരു വാചകത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞ് നമ്മളെ കേൾപ്പിച്ചു. അഥവാ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് ഈ 4 മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നഫ്സിനോട് അതിക്രമം കാണിക്കരുത്. അതാണ് ഈ മാസത്തിന്റെ പവിത്രത. അതിനർത്ഥം ബാക്കി മാസങ്ങളിൽ ദുൽമ കാണിക്കാം, കുരുത്തക്കേട് കാണിക്കാം എന്നല്ല. ഒരു മാസത്തിലും കാണിച്ചുകൂടാ, പ്രത്യേകിച്ച് ഈ 4 മാസത്തിൽ കാണിക്കാനേ പറ്റൂല. കർശനമായ നിരോധനം ഈ 4 മാസത്തിലുണ്ട്. നിരോധനം പൊതുവേ ഉണ്ട്, അത് കർശനമായിട്ടുണ്ട് ഈ 4 മാസത്തിൽ. ഈ 4 മാസത്തിൽ നന്മകൾ ചെയ്താൽ എങ്ങനെയാണോ അവർക്ക് കൂലി അധികം കിട്ടുക, അതേപോലെ തിന്മക്ക് കുറ്റം കിട്ടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഇഖ്തസ്സ മിൻ ദാലിക 4 അശ്ഹുരിൻ, 4 മാസത്തെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫജഅലഹുന്ന ഹറാമൻ, അല്ലാഹു ആ മാസങ്ങളെ പവിത്രമാക്കി. വഅദ്ദമ ഹുറുമാതിഹിൻ, ആ പവിത്രതയെ അതിനെ അല്ലാഹു ബഹുമാനിച്ചു, ആദരിച്ചു. വജഅല ദംബ ഫീഹിന്ന അഅദം, ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെ അല്ലാഹു ഭയങ്കര തെറ്റുകളായും തീരുമാനിച്ചു. വൽ അമലു സാലിഹു വൽ അജ്റു അഅദം, നന്മകൾ ചെയ്താലോ കൂലിയും ഏറ്റവും വലിയ കൂലി കിട്ടുന്ന മാസമാക്കി മാറ്റി. അപ്പൊ ഇത് രണ്ടും ശ്രദ്ധിക്കണം. നന്മകൾ ചെയ്ത് വലിയ കൂലി വാങ്ങണം, തിന്മകൾ ഒഴിവാക്കി വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം. അത് ഈ മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. وقال قتادة, ഇമാം ഖതാദ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഇന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും, പവിത്രമായ 4 മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് അഅ്ദമു ഖതീഅതൻ വവിസ്റൻ മിന ദുൽമി ഫീമാ സിവാഹാ, അതല്ലാത്ത മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കടുപ്പപ്പെട്ടതും കൂടുതൽ ശിക്ഷ കിട്ടുന്നതുമായ തെറ്റുകളായി മാറാം. വഇൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അദീമ, എല്ലായ്പ്പോഴും തെറ്റന്നെ, പക്ഷെ ഈ 4 മാസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കാണ്, അതെന്തിനാണ് ഈ 4 അള്ളാഹു പവിത്രാക്കിയത്? അങ്ങനെയാണല്ലോ ഇന്നത്തെ മനുഷ്യന്മാര്. വേറെയുണ്ടല്ലോ, ബാക്കി എത്രയുണ്ട്? 4 കഴിഞ്ഞാൽ 8 ഉണ്ട്. ഈ 8 വേറെ ഏത് മാസത്തെയും അങ്ങനെ ആക്കാലോ. റമദാൻ ഉണ്ട് അതില്, അതേപോലെ വേറെ ഏതുണ്ട്? റബീഉൽ അവ്വൽ ഉണ്ട്, റസൂലുള്ളാഹി ജനിച്ചെന്ന് പറയുന്ന മാസമുണ്ട്, വഫാത്തായി എന്ന് പറയുന്ന മാസമുണ്ട്. അതിനൊക്കെ അങ്ങനെ ആക്കിക്കൂടെ? എന്തുകൊണ്ട് അള്ളാഹു ഈ 4 സെലക്ട് ചെയ്തത്? നിങ്ങൾ എന്ത് പറയും?
അല്ലാഹു അഅലം. അതന്നെ ഷെയ്ഖ് ഇമാം ഖതാദ റഹിമഹുല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ സഫായ മിൻ ഖൽഖി. അള്ളാഹു അവന്റെ അടിമകളുടെ മഖ്ലൂഖാത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചില ആടുകളെയോ ചില വസ്തുക്കളെയോ വ്യക്തികളെയോ ഒക്കെ അവന്റെ ഇഷ്ടപ്രകാരം പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഏതുപോലെ? ഇസ്തഫ മിനൽ മലായികത്തി റുസുല, മലക്കുകളിൽ നിന്നും അള്ളാഹു ചില മലക്കുകളെ പ്രത്യേകം തെരഞ്ഞെടുത്തു. അതാരൊക്കെയാ? അതെന്താ എല്ലാവർക്കും ഡൗട്ടുള്ള പോലെ? അതന്നെ, ജിബ്രീലും മീകാഈലും ഇസ്രാഫീലും. അതാണ് അസ്രായേല്. അസ്രായേല് ഖുർആനിലോ ഹദീസിലോ വന്ന പേരല്ല, സലഫുകളിൽ ചിലർ ആ പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ അസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇവൻ മറ്റേതാട്ട എന്ന് പറയണ്ട. അസ്രായേൽ എന്ന് പറഞ്ഞാൽ പേര് വന്നിട്ടുണ്ട്. പക്ഷെ അറിയുന്നവരെന്ത് ചെയ്യാ? പറയാതെ മലക്കുൽ മൗത്ത് എന്ന് പറയാ. മലക്കുൽ മൗത്ത് അത് പറയുമല്ലോ, കുറച്ച് പേടി വരുള്ളൂ. മരണത്തേൽപ്പിച്ചിരിക്കുന്ന മലക്ക്. ജിബ്രായീൽ, മീകാഈൽ, ഇസ്രാഫീൽ എന്താ ഇതിന്റെ അർത്ഥം? അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ ദാസൻ എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ പേര് നമുക്ക് വെക്കാവോ? ഇല്ല. മൗലാന ജിബ്രായീൽ അവറുകൾ എന്നെല്ലാം പേര് കേട്ടാൽ തന്നെ ആൾക്കാർ ഷിർക്കിലേക്ക് പോകും, തൊട്ടുമുത്താൻ വേണ്ടി പോകും. അത് വെച്ചൂടാ. ഷിർക്കിലേക്കുള്ള വസീലയാണ് ആ പേര് വെക്കൽ. ഉത്തരേന്ത്യയിലൊക്കെ ചില ഉസ്താദ്മാർക്ക് അങ്ങനത്തെ പേരുകളുണ്ട്. ഇസ്രാഫീൽ ഇതൊക്കെ എൻ്റെ ഒരു ചങ്ങായിയുടെ ഉപ്പാന്റെ പേര് ഇസ്രാഫീൽ എന്നാണ്. ജിഫ്രി, അതെന്താ സംഭവം? അതെല്ലാം ബുഖാരിയെല്ലാം വെക്കുന്ന പോലെ വെറുതെ ഒരു കാര്യമില്ല. വീഡിയോയിൽ എടുത്തൂലേ, കേക്കട്ടെ, ഒരു കാര്യമില്ല ഇതിലൊന്നും. വെറുതെ ഓരോ പേര് അപ്പുറത്തിപ്പുറത്തും വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുക. കാരണം അവര് പറയുന്ന ബഡായികളെല്ലാം കേട്ടാലുണ്ടല്ലോ. മറ്റൊരുത്തനില്ലേ, പിന്നെ ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായിട്ട് ഒരു കളവ് പറയുന്ന ടീം, ഓന്റെ പേരെന്താ? ഗീബൽസാ. മുസ്ലിമില്ല, ഈ ഹിറ്റ്ലർ കളവ് പറയാൻ വേണ്ടി ഏൽപ്പിച്ച് ആൾക്കാരെടുത്ത് പോയിട്ട് പ്രസംഗിച്ച് കള്ളം പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത ബീബൽസ് എന്ന് എനിക്ക് തോന്നുന്നു, കള്ളൻ. അതായത് ഇതിപ്പോ രാത്രി 8 മണിയല്ലേ, ഓൻ സംസാരിച്ചത് നമ്മൾ തന്നെ പറയുമല്ല രാവിലെ 8 മണിയാണ്. അങ്ങനത്തെ വാക്ചാതുള്ള അങ്ങനത്തെ ടീമാണ് ഈ പറഞ്ഞ ജിഫ്രി, ബുഖാരി, പിന്നെ ഏതാണ് അങ്ങനെയുള്ള പേരുകളൊക്കെ. അതിലൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ പേരിലും തിരിക്കുന്നത് അഖീദയിലാണ് വിഷയം, കർമ്മങ്ങളിലും ഇല്ല കാര്യം. വിഷയം അഖീദയിലാണ്, വിശ്വാസത്തിലാണ്. അതുണ്ടെങ്കിൽ എല്ലാരും ഓക്കെ. അതില്ലേ പൂജ്യം. നമുക്കൊരു ഇബ്രാഹിം അലൈഹിസ്സലാമാണ് നമ്മളുടെ മാതൃക. എന്ത് പറഞ്ഞു അദ്ദേഹം? ഇന്ന ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ. നിങ്ങൾ എന്തിനെയൊക്കെയാണോ അല്ലാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അതിൽ നിരപരാധികളാണ്, നമ്മൾ നിങ്ങളുടെ കൂടെയില്ല. കഫർനാ ബിക്കും, നമ്മൾ നിങ്ങളെ അവിശ്വസിക്കും, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഖുർആൻ ഹദീസും പറഞ്ഞ ആദർശം ഇപ്പുറത്തുണ്ട്. വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാ. അതുകൊണ്ട് നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ ശത്രുതയും വെറുപ്പുമാണ്. ഏതുവരെ? നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങി വരുന്നത് വരെ. മടങ്ങി വന്നാൽ നമ്മൾ ചങ്ങായിമാരായി. ഇല്ലേ, ആദർശപരമായി നമ്മൾ വെറുപ്പിലാണ്, നമ്മൾ ശത്രുതയിലാണ്. അവിടെ ഒരു കോംപ്രമൈസിന്റെ പരിപാടിയേ ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക്, ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ. നിങ്ങൾ എപ്പോഴാണ് തൗഹീദിലേക്ക് വരിക അതുവരെ നമ്മൾ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിപൂജ ഇസ്ലാമിലില്ല. അയാളങ്ങനെ ഇയാളിങ്ങനെ. ഇപ്പൊ മാണിയൂരിലുണ്ടല്ലോ, നമ്മളെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞ ആഴ്ച മാണിയൂർ അഹമ്മദ് മൗലവി. ഇപ്പൊ അയാളെ കറാമത്ത് പറയാൻ തുടങ്ങി ആൾക്കാർ. അയാളെങ്ങനെയാക്കി, അയാളിങ്ങനെയാക്കി, അതായിരുന്നു ഇതായിരുന്നു. വീട്ടിൻ്റെ അപ്പുറത്തൊരു റൂം കെട്ടി അതിൽ രാത്രി ഉറങ്ങോണ്ട് ഖുർആൻ ഓതിയിരുന്നു. ആര് പറഞ്ഞങ്ങനെ ഉറങ്ങാണ്ടിരിക്കാൻ? ആ പാവത്തിന്റെ ഉറക്ക് പോയി എന്നല്ലാണ്ട് എന്തിന്? വലിയ കാര്യം പോലെ പറയും. എന്തിന്? ഒരു കാര്യമില്ല. കുറ്റം പറയാ, ഞാൻ ഇന്നലെ രാത്രി എന്താക്കി, നിൽക്കാൻ കയ്യായിട്ട് പിന്നെ ഉറക്കം വന്നിട്ട് വീഴുന്നുണ്ട്,
കണ്ണിൽ 2 ഈർക്കലെല്ലാം വെച്ച് ഉറങ്ങാണ്ടിരിക്കാൻ അടിയിൽ തീക്കലെല്ലാം വെച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് നിസ്കരിച്ചു. എന്തിന്? രാത്രി നിസ്കരിക്കാൻ. ഇതിനെന്താ പറയാ? ആരും എന്നോട് നിസ്കരിക്കാൻ? എന്നാ ഈർക്കലും വെച്ച് കയ്യിൽ തീക്കട്ടയും വെച്ച് ആരും നിസ്കരിക്കാൻ പറഞ്ഞു? അതായത് ദീനിലില്ലാത്ത എന്തെല്ലോ ചെയ്യാ, എന്നിട്ട് അതിനെ എന്തോ മഹാസംഭവമാക്കിയിട്ട് പറയാ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആളും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്. എന്നെക്കാളും വല്ലൊന്നും ചെയ്യാൻ പോണ്ട നിങ്ങൾക്ക് കയ്യില. അത് വലിയൊരു ബാക്കവി, അഹമ്മദ് കബീർ ബാക്കവി എന്ന് പറയുന്ന ഒരാൾ പ്രസംഗിക്കുക. ലോകം കണ്ട ഏറ്റവും വലിയ സൂഫി വര്യനായിരുന്നു മാണിയൂർ അഹമ്മദ് മൗലവി. അപ്പുറത്തൊരു റൂമുണ്ടാക്കി വെച്ച്, എന്നിട്ട് ആ റൂമില് ഇരുന്ന് രാത്രി ഉറങ്ങോണ്ട് ഖുർആൻ ഓതി നിസ്കരിച്ചും ഉറക്കം ഇന്ന മനുഷ്യനാണ്. കറാമത്തായിട്ട് പറയാം. ഉറക്കയിലും കറാമത്തൊന്നുമില്ല. പിള്ളേർക്ക് പബ്ജി കളിക്കാൻ ഏൽപ്പിച്ചു നോക്കിയ പിള്ളേരെ ഉറക്കയില്ല നോക്കിയൊക്കെ ഉറക്കയില്ല കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ പേര് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയത്. പേരൊരു മലായിക്കത്തിന്റെ പേര് വെക്കല് നല്ലതല്ല, ഷിർക്കിലേക്കുള്ള വസീലയാണ്. അത് ഇന്നോ നാളെയോ ഷിർക്കാവുന്നല്ല, 100 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഷിർക്ക് ശൈത്താൻ കൊണ്ടുവരിക. അതിനുള്ള വഴി ചിലപ്പം ഇപ്പോഴേ ആക്കിക്കളയും. അപ്പൊ അങ്ങനെ ചില മലക്കുകളെ അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തു. ജനങ്ങളിൽ നിന്നും ചില ആൾക്കാരെ പ്രത്യേകിച്ച് അള്ളാഹു നബിയാക്കി റസൂലാക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടുന്നവരെ റസൂലുള്ളാഹിക്ക് യാതൊരു അറിവുമില്ല. എന്ത്? ഞാൻ നബിയാവാൻ പോവാണ്. അള്ളാഹു സെലക്ട് ചെയ്തു. ഭാഗ്യവാൻ, അൽഹംദുലില്ലാ. അങ്ങനെ 1.25 ലക്ഷത്തോളം അമ്പിയാക്കള്. അപ്പൊ അള്ളാഹു അവർ ഇഷ്ടമുള്ളവനെ സെലക്ട് ചെയ്യും, ഇഷ്ടമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കും. അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ, അവന്റെ കലാമിനെ ഏറ്റവും വലിയ ദിക്റായി തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ, ഏറ്റവും ഉന്നതമായ കിതാബ്. ഭൂമിയിൽ പള്ളികളെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. റമദാൻ, മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാനെ തെരഞ്ഞെടുത്തു ഖുർആൻ ഇറക്കാൻ. വൽ അശ്ഹുറുൽ ഹുറും, മക്ക പവിത്രമായ ഈ പറയപ്പെട്ട മാസങ്ങളെ പോലെ. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ജുമുഅ ദിവസത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ പ്രത്യേകം തെരഞ്ഞെടുത്തു. പറഞ്ഞു വന്നത് ഇതൊക്കെ അള്ളാന്റെ ഇഷ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ചതിനെ എന്ത് നോക്കാൻ പോണ്ട? ആദരിക്കാൻ നിങ്ങൾ എന്ത് നോക്കാൻ പോണ്ട? ലോജിക്കിന്റെ വർത്താനം ആൾക്കാർക്ക് ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടും. അല്ലെ കാബന്റെ ചുറ്റും എന്തിനായി നടക്കുന്നത്? 7 കൂട്ടം ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിന്റെ ചുറ്റും എന്തിനായി നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ മുഹറത്തില് ഇത്ര പ്രത്യേകത? എന്തായാലും ഉള്ളത് ലോജിക്ക് നോക്കിയിട്ടേ അള്ളാന്റെ കൽപ്പനയും റസൂലുള്ളാന്റെ കൽപ്പനയും അനുസരിക്കൂ എന്നുണ്ടെങ്കിൽ മരിക്കുന്നവരെ മുസ്ലിം ആവാൻ സാധ്യമേ അല്ല. അതിനർത്ഥം ബുദ്ധിക്ക് സ്ഥാനം ഇല്ല എന്നല്ല. ബുദ്ധിക്ക് അതിൻ്റെതായ സ്ഥാനം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഖുർആനും ഹദീസിന്റെയും ഇപ്പുറത്ത് വെച്ചോളണം. ഇതിനെ മനസ്സിലാക്കാൻ അതിനുപയോഗിക്കണം. അല്ലാണ്ട് അതിനെ മാറ്റിയിട്ട് ഇതിന് മുമ്പ് കൊണ്ടുപോയാൽ പിഴക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. നഖലിന്റെ അപ്പുറത്ത് ബുദ്ധിനെ കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ അപകടത്തിലാവും. അതുകൊണ്ട് അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചോളാ. ചോദ്യം ലാ യുസ്അലു അമ്മാ. ഒരു ഇഫ്ദ് കോളേജെല്ലാം മടക്കേരി തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടാ. ലാ യുസ്അലു അമ്മാ യഫ്അൽ. അവൻ എന്ത് ചെയ്താലും ചോദിക്കപ്പെടുന്നവനല്ല. അവൻ രാജാതിരാജനാണ്. എന്തും ചെയ്യും. നിങ്ങൾ അനുസരിച്ചോളണം, ആദരിച്ചോളണം, ബഹുമാനിച്ചോളണം. ഖൈർ. ഇനി അതുകൊണ്ട് തന്നെ പവിത്രമായ ഈ മാസത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അത് മാത്രം, അതിന്റെ പുറത്തൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ഉമ്മത്ത് എവിടെ എത്തിയെന്നറിയോ?
ഇത്രത്തോളം അധികം ഇത് പവിത്രമാണ്, തഅദീം ചെയ്യണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടും സമസ്തക്കാരന്റെ കലണ്ടറിൽ നോക്കിയാൽ മുഹറത്തിലും എന്തുണ്ടാവും? നഹ്സിന്റെ ദിവസങ്ങൾ കാണും. അങ്ങനത്തൊന്നും ഇസ്ലാമിൽ ഇല്ല. നിങ്ങൾക്കൊരു സംഭവം കേൾക്കണോ? ഒരു തമാശ. ഇത് അദ്ദേഹം കേൾക്കും ചിലപ്പം, പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയേ പറ്റുള്ളൂ. പേര് പറയുന്നില്ല. ഒരു തൗഹീദിന്റെ ആള്, അദ്ദേഹം പ്രസ്ഥാനത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഒരു സംശയം ചോദിക്കാണ്. മോൻ ദുബായി പോവാണ്, ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഏതാ നല്ലത് ഉസ്താദെ ഒന്ന് പറഞ്ഞു തരുമോ? ഉമ്മത്തിന്റെ അവസ്ഥ, ഉമ്മത്തിന്റെ മീൻസ് ഉമ്മത്തുൽ ഇജാബ, മുവഹിദുകളുടെ അവസ്ഥ. എനിക്ക് ഒരേ സമയത്ത് സങ്കടവും വന്ന് ചിരിയും വന്നു. സങ്കടം വന്നത് ഇത്ര കാലമായിട്ടും ഇങ്ങനെയാണോ ഇപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്നാലോചിച്ചപ്പോഴാണ്. ചിരി വന്നത് പിന്നെ നമ്മളൊരു തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ തന്നെയല്ലേ ഷിയാക്കള്. അതായത് ഏതെങ്കിലും ഒരു ദിവസത്തിനോ സമയത്തിനോ പ്രത്യേകം ഒരു ഫദ്ല് കൊടുത്താൽ, അല്ലെങ്കിൽ ഇന്ന ദിവസത്തിന് മോശമുണ്ടെന്ന് പറഞ്ഞാൽ ആരാ മോശക്കാരനാക്കിയത്? അത് സൃഷ്ടിച്ച അള്ളാഹുവിനെ. അത് മനസ്സിലാക്കുന്നില്ല. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞു, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ കറതൈൻ യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു അള്ളാഹു, അള്ളാന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് പോരായ്മകൾ കാണാൻ പറ്റൂല. നിങ്ങൾ 1-2 പ്രാവശ്യം നോക്ക്, നിന്റെ നോട്ടം തോറ്റ് തൊപ്പിയിട്ട് പത്തി മടക്കി നിന്ദനായി നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. എന്റെ സൃഷ്ടിപ്പിൽ യാതൊരു പ്രശ്നവുമില്ല. ആ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണമല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഒരിക്കൽ എൻ്റെ ഒരു മൂത്താപ്പയുണ്ട്. ഞാനിത് നമ്മളെ ബ്രദേഴ്സിന്റെ ഗ്രൂപ്പിൽ ഇട്ടു. കാരണം അവരും ആലിമീങ്ങളല്ല, അവർക്ക് അറിയണമല്ലോ, അവർക്ക് ഉമ്മത്തിന്റെ അവസ്ഥ മനസ്സിലാവണമല്ലോ. അപ്പൊ എൻ്റെ ജ്യേഷ്ഠന്റെ ഒരു കമന്റ് വന്നു. എൻ്റെ ഒരു മൂത്താപ്പയുണ്ട്, മരണപ്പെട്ടു പോയി. തൗഹീദിലായി ഷിർക്കിൽ നിന്നൊക്കെ തൗബ ചെയ്ത് വിരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊക്കെ പോയിട്ട് പറഞ്ഞിരുന്നു. തങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കർണാടക സൈഡിൽ നിന്നാണ് ഏറ്റവും അധികം കസ്റ്റമർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരിക, ദുആ ചെയ്യിപ്പിക്കാനും മന്ത്രിപ്പിക്കാനും നൂല് മന്ത്രിക്കാനും ഒക്കെ. ഒരാൾ വന്നു, തങ്ങളെ 8 മണിക്കുള്ള ട്രെയിനാണ് ഗൾഫിലേക്ക്, കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് പോകേണ്ടത്. അപ്പോൾ 8 മണിക്കുള്ള മെയിലിൽ പോകാനാ വിചാരിക്കുന്നത്. ഞാൻ എപ്പോൾ പുരക്കുന്ന ഇറങ്ങേണ്ടത്? അപ്പം മുത്താപ്പ പറഞ്ഞു, ഇത്രേ എടുക്ക്, ഞാൻ ഇപ്പം നോക്കിയിട്ട് പറയാം. അങ്ങനെ പറയണം, അല്ലാണ്ട് പെട്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് തോന്നി ഇയാൾ തങ്ങളല്ല എന്ന് പറയും. കുറച്ച് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം. അങ്ങനെ റൂമിലേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന്, നിങ്ങളൊരു 7 മണിക്ക് ഇറങ്ങിക്കോ. അയാൾ കൈമടക്കെല്ലാം കൊടുത്തിട്ട് പോയി. ഇപ്പം മുത്താപ്പാര മോൻ ചോദിച്ചു, അല്ല ഉപ്പെന്താ അങ്ങനെ പറഞ്ഞു 7 മണിക്ക് ഇറങ്ങാൻ? മുത്താപ്പ പറഞ്ഞു, ട്രെയിൻ 8 മണിക്കല്ലേ, 7 മണിക്കെങ്കിലും ഇറങ്ങിയാലേ ട്രെയിൻ കിട്ടുക, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഈ വന്ന മൊണ്ണ മനസ്സിലാക്കിയത് എന്താ? തങ്ങൾ എവിടുന്നോ നോക്കിയിട്ട് 7 മണിക്ക് എന്തോ പ്രത്യേകത ഉള്ളതിനെ കൊണ്ട് ഇങ്ങനെയാണ് എല്ലാ തങ്ങന്മാരും. മനസ്സിലായല്ലോ? ഇതാണ് എല്ലാ തങ്ങളെയും അവസ്ഥ. ബഡായി രാമന്മാരാണ്. അങ്ങനെ ഒന്നും കിതാബിലൊന്നുമില്ല. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് ഖത്തീബായിട്ട് നിൽക്കുമ്പോൾ പഠിച്ചിറങ്ങിയ ഉടനെ, നമുക്കിതൊന്നും അറിയില്ലല്ലോ, നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ ഒരു പള്ളിയിലേക്ക് ഖത്തീബായിട്ട് വന്ന് കയറുകയാണ്. അപ്പം എനിക്കൊരു അസിസ്റ്റന്റ് ഇമാമുണ്ട്. ഇയാൾ ഇതെല്ലാം പയറ്റി തെളിഞ്ഞ അഭ്യാസിയാണ്. ഏത് വിദേഹത്തും ഖുറാഫാത്തും അതും ഇതെല്ലാം. അപ്പൊ അവിടെ നമ്മൾ തബ്ലീഗിലാണ്. തബ്ലീഗി മീൻസ് അവസ്ഥ തന്നെ. അപ്പൊ ഇതുപോലെ ആൾക്കാർ വരും. അതെ, തിരുവനന്തപുരത്താണ്. അവിടെ പിന്നെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനൊക്കെ മിക്സായി, എല്ലാം ഉദ്യോഗസ്ഥന്മാരും വലിയ പഠിപ്പുള്ള ആൾക്കാരൊക്കെ അല്ലേ, അവിടെ എല്ലാം മിക്സാണ്. ദിവസം ഏതാണ് മംഗളത്തിന്, യാത്രക്ക്, അതിന് ഇതിനെല്ലാം വരും. ഞാനിങ്ങനെ പറയും, നമ്മൾ അന്ന് പഠിച്ചതനുസരിച്ച് അങ്ങനെയൊന്നും ഇല്ല, ഏതും ആയിക്കോട്ടെ. പുസ്തകം ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അസിസ്റ്റന്റ് ഇമാമ്, നിങ്ങൾ അങ്ങനെ പറയരുത്, ഒന്നുമില്ലെങ്കിലും നാളെ പറയാൻ പറഞ്ഞിട്ട് വിട്ടേക്കണം. കാരണം ഇയാളെ മനസ്സിൽ എന്തുണ്ടാവും? അത് നോക്കുന്നുണ്ടാവും, കിതാബ് നോക്കുന്നുണ്ടാവും, മറിച്ച് നോക്കുന്നുണ്ടാവും, അതിന് സമയമായിരിക്കും. നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, നോക്കാനൊന്നുമില്ല. നാളെ വന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. അപ്പൊ എന്തായി? നമ്മൾക്ക് ഒന്നും പറയാനുമില്ല. അയാൾക്കെന്തായി?
എന്തോ സംഗതി ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതാണ് മടിക്കേരിയിലെ ആരുടെ കഥ? ദാരിമമാരാ സഖാഫിമാരാ ഉണ്ടെങ്കിൽ അവരെയും കഥ ഇതന്നെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയണമല്ലോ. ആ കിതാബ് ഏതാണ്? ഇസ്ലാം അങ്ങനെ ഇല്ല. ദിവസത്തിനോ സമയത്തിനോ ഒരു പ്രത്യേകതയില്ല, ഒരു കോട്ടമില്ല. ഉള്ളതെന്ത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. വെള്ളിയാഴ്ചയിൽ തന്നെ മഗ്രിബിന്റെ മുന്നോടിയായിട്ടുള്ള സമയത്തിന് പ്രത്യേകതയുണ്ട്. ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. തഹജ്ജുദിന്റെ സമയത്തിന് പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെ കൊണ്ട് റസൂലുള്ളാഹി പറയാത്തതോ അങ്ങനെ ഒന്നുമില്ല. ഇവരുടെ കലണ്ടറിൽ മുഹറത്തിന്റെ ദിവസങ്ങൾ വരെ നഹ്സുള്ളതായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നഹ്സ് മീൻസ് ആ ദിവസം ഒന്നും തുടങ്ങിക്കൂടാ. ഇതിനൊക്കെ ഒരു മൗലവി പറയുന്ന കേട്ടിട്ടേ, പുതിയ കുപ്പായം എടുത്താൽ എപ്പോൾ ഇട്ടൂടാ? ശനിയാഴ്ച ഇട്ടൂടാ. പാവം ശനിയാഴ്ച എന്ത് തെറ്റ് ചെയ്തു? പുതിയ കുപ്പായം വാങ്ങി വെച്ച് ശനിയാഴ്ച പെരുന്നാൾ വന്നാലോ? പോയി. വന്നല്ല കഴിഞ്ഞ പെരുന്നാൾ അല്ലേ? അപ്പൊ അവരാരും പുതിയ ഇട്ടില്ലേ? മന്ദബുദ്ധികൾ. ഖുറാന്റെ ഭാഷയെ പറഞ്ഞാൽ മന്ദബുദ്ധികൾ, സഫീ, സുഫഹ, വിഡ്ഢികൾ. ദീന് അടക്കിടക്കുന്നു, മൗലാമാരെ അടക്കിടക്കുന്നു. പക്ഷെ വെപ്പെന്താ അറിയോ? അവരാണ് ഇസ്ലാമിന്റെ കാവലാളുകൾ എന്നാണ്. അവരില്ലെങ്കിൽ മടക്കേരിയിൽ എന്തില്ല? ദീനേ ഇല്ല. പൊരക്ക് നിങ്ങളില്ലെങ്കിൽ പൊരക്ക് കഞ്ഞി കിട്ടൂല. ദീന് യാതൊരു പ്രശ്നമില്ല. ദീനുള്ളത് നമ്മളിലും അല്ല, ഖുർആനിലും ഹദീസിലുമാണ്. ദീൻ അതിലുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ദീൻ അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് അതിനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ദീൻ എന്താണോ അത് ഈ പറയുന്ന ഞാനും നിങ്ങളും അവരും ഇവരും ഒക്കെ ജീവിച്ചാൽ എല്ലാം രക്ഷപ്പെടും. ഇല്ലേ? വേറെ ഒന്നുകൊണ്ടും രക്ഷയുണ്ടാവൂല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തതൊന്നും നമുക്ക് ചെയ്യാനില്ല. എന്നാൽ പറഞ്ഞതുണ്ടോ? ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റമദാനിന് ശേഷം അള്ളാഹുവിന്റെ മാസമായ മുഹറമാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ്. അപ്പൊ മുഹറം മാസത്തിൽ എന്ത് ചെയ്യാം? നോമ്പ് വർദ്ധിപ്പിക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അതുകൊണ്ട് ഷഹ്റുല്ലാ, അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞതിനെ പറ്റി ഉലമാക്കൾ പറഞ്ഞു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ മാസം എന്ന് പറഞ്ഞത് ഇദാഫത്തു തഅദീമിൻ, ആ മാസത്തെ പ്രത്യേകം ആദരിച്ചു കൊണ്ട് പറഞ്ഞതാണ്. അള്ളാന്റെ എന്ന് പറയുമ്പം അതിനൊരു മതിപ്പ് കൂടി, അങ്ങനെ മതിപ്പ് കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറഞ്ഞിട്ട് മുഹറത്തിൽ നോമ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ശഅബാനിലാണ് നോമ്പ് വർദ്ധിപ്പിച്ചത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നിട്ടുള്ളത്. നബി പറഞ്ഞ ഒരു കാര്യം ചെയ്തതോ വേറെ. വൈരുദ്ധ്യം വന്നോ? ഇല്ല, വന്നിട്ടില്ല. കാരണം അവിടെയാണ് നമുക്ക് ഉലമാക്കളുടെ ആവശ്യം. മദ്ഹബിന്റെ ഇമാമിങ്ങളും എടുത്തേക്ക് കണ്ടുപിടിക്കല്ലേ, മദ്ഹബിന്റെ ഇമാമിങ്ങളും പണ്ഡിതന്മാരും ഒക്കെ നമുക്ക് ആവശ്യമായി വരുന്നത് അവിടെയാണ്. നമുക്ക് ഇമാമ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ടല്ലോ, അവരില്ലാണ്ട് നമുക്ക് ദീൻ മനസ്സിലാക്കാൻ കഴിയൂല. ഇപ്പൊ ഇവിടെ റസൂലുള്ളാഹി ആയിഷ ബീവിന്റെ റിപ്പോർട്ടിലുണ്ട് ശഅബാൻ മാസത്തിൽ ഏറ്റവും അധികം നോമ്പ് വർദ്ധിപ്പിച്ചു. അബൂ ഹുറൈറ പറയാണ് ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ മുഹറമാണ് ഏറ്റവും നോമ്പെടുക്കാൻ ശ്രേഷ്ഠമായ മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ മുഹറം നോമ്പ് വർദ്ധിപ്പിച്ചിട്ടും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പിനാണ് ശ്രേഷ്ഠത കൂടുതൽ എന്ന് പറഞ്ഞിട്ടും ആ മാസം നോമ്പ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതിന്റെ കാരണം വലഅല്ല ലം യൂഹ ഇലൈഹി ബിഫദ്ലിൽ മുഹറം ഇല്ലാ ഫി ആഖിരിൽ ഹയാ ഖബ്ല തമക്കുനി മിൻ സൗമിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിന്റെ അവസാന സമയത്താവാം മുഹറത്തിലെ നോമ്പാണ് അഫ്ദൽ എന്ന വഹയി കിട്ടിയിട്ടുണ്ടാവുക. അടുത്ത വർഷം അത് പ്രാവർത്തികമാക്കാനുള്ള അവസരവും വന്നു കിട്ടിയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാവാം നോമ്പ് വർദ്ധിപ്പിക്കാതിരുന്നത്, ശഅബാനിൽ ഈ പറഞ്ഞ പോലെ വർദ്ധിപ്പിച്ചതും.
അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ മുഹറത്തിൽ നോമ്പ് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും നമുക്കത് സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മുഹറത്തിലെ നോമ്പാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന അർത്ഥത്തിൽ. ഇനി ആ മാസത്തിൽ തന്നെ പ്രത്യേകം പരിഗണിച്ച് ചെയ്യാനുള്ള നോമ്പ് ആശൂറ, മുഹറം 10 നോമ്പാണ്. അത് യഥാർത്ഥത്തില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയാണ്, ഖദിമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅ അൽ യഹൂദ തസൂമു യൗമ ആശൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോൾ യഹൂദികൾ ആശൂറയുടെ നോമ്പെടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. മക്കത്ത് ജാഹിലിയ്യത്തിലെ ഖുറൈശികൾ ഈ ദിവസത്തെ നോമ്പെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയാകുന്നതിനു മുമ്പേ മുഹറം 10 നോമ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴോ ജൂതന്മാരും അതെടുത്തതായിട്ട് കാണുന്നു. അപ്പൊ നബി ചോദിച്ചു, മാ ഹാദാ, നിങ്ങൾ എന്തിനാ ഇന്ന് നോമ്പെടുക്കുന്നത്? ഖാലൂ, അപ്പൊ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ. ബനു ഇസ്രായീലിനെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഫിർഔനിൽ നിന്നും ആൾക്കാരിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഈ ദിവസം. അതിന്റെ ശുക്ർ എന്നോണം മൂസ അലൈഹിസ്സലാം അന്ന് നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളും ഈ ദിവസം നോമ്പെടുക്കുന്നത്. തൗറാത്തിന്റെ പണ്ഡിതന്മാരിലൂടെ അവർക്കത് വന്ന് കിട്ടിയിട്ടുണ്ടാവും, മൂസ അലൈഹിസ്സലാം നോമ്പെടുത്ത വിഷയം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ റസൂലിനെ ഫോളോ ചെയ്തിട്ട് ആ ദിവസം നോമ്പെടുത്തു. ഇത് കേട്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, എന്നാൽ നിങ്ങളെക്കാളും അധികം മൂസയുമായി അടുപ്പം എനിക്കാണ്. ഫസാമഹു, നബിയുമാ നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, എന്നിട്ട് ആ നോമ്പെടുക്കാൻ പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന വന്നതുകൊണ്ട് നമുക്ക് എന്തായി? ആ ദിവസം പ്രത്യേകം നോമ്പെടുക്കല് മുഅക്കദായ സുന്നത്തായി, പ്രഗൽഭമായ സുന്നത്തായി മാറി. മറ്റൊരു റിപ്പോർട്ടിൽ യഹൂദികൾ മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഈ ദിവസമാണ് മൂസ നബിയെയും ഖൗമിനെയും അല്ലാഹു രക്ഷപ്പെടുത്തിയതും ഫിർഔനെയും പട്ടാളക്കാരെയും അല്ലാഹു മുക്കിക്കൊന്നതും. വേറൊരു റിവായത്തിന് ഇപ്രകാരം കൂടിയുണ്ട്, നഹ്നു നസൂമുഹു തഅദീമൻ ലഹു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് ആ ദിവസത്തെ ആദരിച്ചുകൊണ്ടാണ്. വേറൊരു റിവായത്തിലുള്ളത്, മൂസ നന്ദിയായിട്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തു, അത് നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മളും നോമ്പെടുക്കുന്നു. വേറൊരു റിവായത്തിൽ, ഇമാം മുഹമ്മദ് റിവായത്തിലുണ്ട്, വഹുവൽ യൗമുൽ ലദീ ഇസ്തവത് ഫീഹി സഫീനതു അലൽ ജൂദി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പല് ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടതും ഈ ദിവസത്തിലായിരുന്നു. ഫസാമഹു നൂഹുൻ ശുക്രാ, നൂഹ് നബിയും ഈ ദിവസത്തിന്റെ നന്ദിയായി അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട്. അതും സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ മക്കത്ത് ഖുറൈശികൾ ജാഹിലിയ്യത്തിൽ തന്നെ മുഹറം 10 നോമ്പെടുക്കാൻ ഉണ്ടായിരുന്ന കാരണം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് കൊണ്ട് ആയിരിക്കുമോ? അല്ലാഹു ആലം. പക്ഷെ ഒരു ചിന്തയാണ്, ചാൻസ് ഇല്ല. കാരണം അവർക്ക് മൂസ നബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ബനു ഇസ്രായേൽ പെട്ടതല്ലല്ലോ, ബനു ഇസ്മായിൽ അല്ലേ അറബികൾ. പിന്നെങ്ങനെയാവാം അവർ നോമ്പെടുത്തത്? ഒരു പക്ഷേ നൂഹ് നബിയുമായി ബന്ധപ്പെട്ട ഈ താരീഖിലാവാം. കാരണം മക്കത്തെ ഖുറൈശികൾ മില്ലത്തെ ഇബ്രാഹിം ഫോളോ ചെയ്തവരാണ്. മില്ലത്തെ ഇബ്രാഹിമിൽ ഈ 10 നോമ്പുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട താരീഖ് മൂസ നബിൻ്റെതായിരിക്കോ നൂഹ് നബിൻ്റെതായിരിക്കോ? നൂഹ് നബിന്റെ ആയിരിക്കും. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പാണോ മൂസ, ശേഷാണോ മൂസ? ശേഷമാണ്. കാരണം ഇബ്രാഹിം നബിന്റെ പരമ്പരയിലാണ് ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇബ്നു യാക്കൂബ്, ഇബ്നു ബാക്കിയുള്ള ആൾക്കാർ, യൂസുഫ്, പിന്നെ യൂസുഫ് നബിന്റെ പരമ്പരയിൽ ബനു ഇസ്രായേൽ, അതിലാണ് മൂസ അലൈഹിസ്സലാം വരുന്നത്. അപ്പൊ ജൂതന്മാർക്ക് കണക്ഷൻ ഈ മൂസയുമായിട്ടുള്ള
സംഭവമാണ്. ചിലപ്പം ഖുറൈശികൾക്ക് മക്കക്കാർക്കുള്ള ബന്ധം മില്ലത്തെ ഇബ്രാഹിമിലൂടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു സംഭവമാവാം. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട ചരിത്ര സത്യങ്ങളാണ് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഫിർഔൻ ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുന്ന കാലം ഈ മിസ്റില് രണ്ട് ടീമാവാനുള്ള കാരണം എന്താണെന്നറിയോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അഥവാ ബനു ഇസ്രായേൽ അസ്ലിയായ മിസ്രികളല്ല. യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാം മിസ്രിൽ അടിമച്ചന്തയിലൂടെ എത്തിപ്പെടുകയാണ്. അങ്ങനെ അവിടെ ജയിലിൽ വളരുന്നു. പിന്നെ രാജാവ് സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റമദാനിൽ സൂറ യൂസുഫ് ക്ലാസ് എടുക്കാൻ നിന്നതാ. പക്ഷെ അവിടെ എത്തിയിട്ട് അപ്പോഴത്തേക്ക് റമദാൻ കഴിഞ്ഞു പോയി. അതൊരു മഹാസംഭവം. അഹ്സനുൽ ഖസസ്. രാജാവിന്റെ സ്വപ്നം കാണലിലൂടെ അതൊക്കെ അള്ളാന്റെ ഭയങ്കര തർത്തിബാട്ടോ. അള്ളാഹ്ക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ എത്തുന്നവരെ ക്ഷമയോടുകൂടി നിന്ന് കൊടുക്കലാണ് അടിമയുടെ ഉത്തരവാദിത്തം. നമ്മൾ അക്ഷമ കാണിച്ചിട്ട് എടുത്തു ചാടും, പ്രശ്നവും. അവസാനം രാജാവ് അറിയുന്നു, വിളിപ്പിക്കുന്നു, നിരപരാധിത്വം തെളിയിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിലെത്തുന്നു, ഭക്ഷ്യവകുപ്പ് മന്ത്രിയാവുന്നു. രാജാവിന്റെ മരണശേഷം രാജാവാകുന്നു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാക്കി 11 സഹോദരങ്ങൾ. ഒരു 12 മക്കളാണല്ലോ, 11 സഹോദരങ്ങൾ. ഈ ഓരോരുത്തരെയും ഓരോരോ ഗവർണറായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓരോരോ സ്ഥലങ്ങളിൽ, മിസ്റിന്റെ ഓരോരോ പ്രദേശങ്ങളിൽ നിശ്ചയിക്കുന്നു. ആ 12 മക്കളുടെ പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന 12 കബീല. കാരണം അന്ന് കടലിൽ അടിച്ചപ്പോ എന്തുണ്ടായി? അവർക്ക് 12 വഴികളാണ് രൂപപ്പെട്ടത്. കല്ലിലടിച്ചപ്പോഴും ആ കല്ലിൽ നിന്നും 12 ഉറവകളാണ് വന്നത്. ഫൻഫജറത് മിൻഹു 12 ഐനൻ. ആ കല്ലിൽ നിന്നും 12 ഉറവകൾ പുറത്തു വന്നു. എന്തിനാ? 12 ഗോത്രങ്ങൾക്കാണ്. അവരങ്ങനെ മിസ്റില് പെറ്റ് പെരുകി പരന്നു. എന്നാൽ അവിടെ ആരുണ്ട്? യൂസുഫ് അലൈഹിസ്സലാം മിസ്റിലേക്ക് വരുന്നതിന് മുമ്പേ മിസ്റിൽ ജീവിച്ച ആൾക്കാർ അവിടെയുണ്ട്. അവരുടെ മക്കളായിട്ട് അവരുടെ അസ്ലിയായ ആൾക്കാരും അവിടെയുണ്ട്. അവർക്ക് നമ്മൾ ഖിബ്തികൾ എന്ന് പറഞ്ഞ്, അസ്ലൻ മിസ്രികൾ. പിൽക്കാലത്ത് അവര് തമ്മിലാണ് ശത്രുതയും അടിയും മുടിയും. അവരിൽ നിന്നാണ് ഫിർഔൻ വന്നതും ബനു ഇസ്രായേലിനെ ഉപദ്രവിച്ചതും. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ചെറിയ ഉപദ്രവമല്ല. ബനു ഇസ്രായേലിന്റെ അന്ന് ഫിർഔന്റെ കാലത്തുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഖിബ്തികളുടെ വീടുകളിൽ കൂലിവേല ചെയ്ത് കിട്ടുന്നത് തിന്നിട്ട് ജീവിച്ചോളണം. അത്രയുള്ള അവർക്ക് അവിടെ സ്ഥാനം. അവസാനം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തെപ്പറ്റി അള്ളാഹു ഫിർഔനിന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പം വ്യാഖ്യാതാക്കള് ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് നിന്റെ അധികാരം കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആള് വേറെ ലെവലിലായി. യുദബ്ബിഹൂന അബ്നാഅഹും, ആൺമക്കളെ കൊല്ലാൻ തുടങ്ങി. വയസ്തഹ്യൂന നിസാഅഹും, പെണ്ണുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്യും. അവസാനം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഫിർഔനോട്, ആൺമക്കളില്ലെങ്കിൽ ഇനി എന്തുണ്ടാവൂല? ജനറേഷൻ ഉണ്ടാവൂല, പുതിയ മക്കളില്ല, ഇതോടുകൂടി തീർന്നു പോകും. പിന്നെ ഖിബ്തികൾക്ക് ജോലി ചെയ്യിപ്പിക്കാനുള്ള ആളുണ്ടാവൂല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു കൊല്ലം കൊല്ലാനും മറ്റേ കൊല്ലം വെറുതെ വിടാനും കൽപ്പിച്ചു. ഈ കൊല്ലം ജനിക്കുന്ന ആൺമക്കളെ കൊല്ലുക, അടുത്ത കൊല്ലം ജനിപ്പിക്കുന്ന ആൺമക്കളെ ജീവിക്കാൻ സമ്മതിക്കുക. ഹാറൂൻ നബി മൂസ നബിന്റെ ഉമ്മ പ്രസവിക്കുന്നത് കൊല്ലണ്ടെന്ന് പറഞ്ഞ വർഷത്തിലാണ്. അവിടെ വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ മൂസ നബി ജനിക്കുന്നതോ കൊല്ലാൻ കൽപ്പിച്ച വർഷത്തിലാണ്. മൂസന്റെ ഉമ്മ പ്രസവിച്ചു. പട്ടാളക്കാർ അറിഞ്ഞാൽ വരും, കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു പറയാണ്, ഞാൻ മൂസാന്റെ ഉമ്മാക്ക് വഹി അറിയിച്ചു, തോന്നിപ്പിച്ചു കൊടുത്തു. അൻ അർദഇ, മുലയൂട്ടിക്കോളിയും, പ്രശ്നമല്ല, പാല് കൊടുത്തോ, കാര്യം ഞാൻ ഏറ്റു. ഇനി ഫഇദാ ഖിഫ്തി അലൈ, നിനക്ക് പേടിയുണ്ടോ ഫിർഔന്റെ പട്ടാളക്കാർ വരും, പിടികൂടും, കൊല്ലുന്ന്? അങ്ങനെയാണെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ.
പേടിക്കേണ്ട കാര്യമില്ല. ഒരു കൂടുണ്ടാക്കി അതിൽ കടത്തി നദിയിലേക്ക് നദിയിലേക്ക് ഒഴുക്കി വിട്ടോളിൻ, ഞാൻ നിനക്ക് തിരിച്ചു തരും. ഞാൻ തിരിച്ചു തരുന്നു മാത്രമല്ല, നിന്റെ മോനെ ഞാൻ റസൂലാക്കിയിട്ടായിരിക്കും തിരിച്ചു തരിക, റസൂലാക്കുകയും ചെയ്യും. ഇത് പറഞ്ഞിട്ടാണ് മൂസനബിന്റെ ഉമ്മാക്കൊരു ധൈര്യം അല്ലാഹു കൊടുത്തു. ഉടനെ തന്നെ പെട്ടി ഉണ്ടാക്കുന്നു, ആ പെട്ടിയിൽ കുഞ്ഞിനെ കടത്തുന്നു, നദിയിലേക്ക് ഒഴുക്കി വിടുന്നു. പ്ലാനറാണ് അല്ലാഹു. ഇങ്ങനെ സബബുകൾ ഒപ്പിച്ച് തീരുമാനത്തിലെത്തിക്കും. ഫിർഔന് മക്കളില്ല. ഭാര്യ ആസിയ രാജ്ഞിയാണ്, കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ആസിയ ബീവിയും തോഴിമാരും ഈ നദിയുടെ വക്കത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ദൂരെ മരങ്ങളുടെ കൊമ്പുകൾക്കിടയിൽ ഒരു പെട്ടി കാണുകയാണ്. തോഴിമാരെ കൊണ്ട് എടുപ്പിച്ചു. പെട്ടി തുറന്ന് നോക്കുമ്പോക്കും നല്ല സുന്ദരനായ ഒരു കുഞ്ഞ്. മൂസാ നബിന്റെ നിറം എന്താണെന്നറിയോ? ഡാർക്കാണ്, വെളുപ്പല്ല. ആരാ പറഞ്ഞ വെളുപ്പിനാ സൗന്ദര്യം? എല്ലാരും വെളുക്കാനാ കാത്തിരിക്കുന്നത്. ഫായിസാവും പിന്നേതാ കാസർഗോഡ് നിന്ന് വരുന്ന, കാസർഗോഡ് വീട്ടിന്റെ അടുക്കളയിൽ ചില കമ്പനികളുണ്ട്, വെളുത്തിട്ട് പാറുന്ന കമ്പനികൾ. വേദിച്ച് വാരി തേച്ച് ഒരു 40 വയസ്സെല്ലാം ആകുമ്പോഴേക്ക് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ട് നിൽക്കും. 35 വെളുപ്പുണ്ടാവും, 40 ആകുമ്പോഴേക്ക് ആള് പോയിട്ടുണ്ടാവും. മുസ്ലിമി കറുപ്പാണ്. അതുകൊണ്ടാണ് മുസ്ലിമിക്ക് അള്ളാഹു കൊടുത്തൊരു മൗജിസത്ത്, ഈ നിറം കുറഞ്ഞ കൈ ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ട് എടുക്കുമ്പം അത് വെളുത്തിട്ടുണ്ടാവും. മൗജിസത്ത്. പെട്ടിയെടുത്ത് നോക്കുമ്പോൾ അതിനൊരു കുഞ്ഞ്. ആസിയയാണ് മൂസ എന്നുള്ള പേര് വെക്കുന്നത്. മുസ്ലിമിന്റെ ഉമ്മ പേര് വെച്ചില്ല, കാരണം അപ്പോഴത്തേക്ക് ഒഴുക്കി വിട്ടില്ലേ. എന്താ മൂസാന്റെ അർത്ഥം? 3 പറഞ്ഞാൽ വെള്ളം അവരുടെ ഭാഷയിൽ, സാ എന്ന് പറഞ്ഞാൽ മരം. അപ്പം വെള്ളത്തിൽ മരങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ കുഞ്ഞ് എന്നർത്ഥത്തിലാണ് മൂസ എന്ന പേര് ആസിയ മൂസ നബിക്ക് വെക്കുന്നത്. ആരെയാണോ ഫിർഔന് പേടിച്ച് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നത്, അഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് മൂസ നബിനെ അള്ളാഹു എത്തിക്കാൻ പോവാണ്. ആസിയ കണ്ടപ്പോ തന്നെ കോരിയെടുത്തു, നേരെ ഫിർഔനെടുത്ത് പോയിട്ട് പറഞ്ഞു, അള്ളാഹു നമുക്ക് തന്ന ചാൻസാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൊന്നുകളയണ്ട, നമുക്കൊരു മകനായിട്ട് ഇവനെ പോറ്റാം, വളർത്താം. ആസിയാന്റെ ഭാര്യന്റെ വർത്താനം കേട്ടപ്പോ ഫിർഔൻ വരെ എന്തായിട്ടുണ്ട്? പിന്നല്ലേ നമ്മള്, ഞാൻ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ വരെ വീടിന്റെ വർത്താനം കേട്ടപ്പോ അതിൽ വീണുപോയി. കാരണം പട്ടാളക്കാർക്ക് കൊല്ലാനുള്ള കൽപ്പന കൊടുത്ത ആളാ. ഓള് വന്നിട്ട് 2 വർത്താനം പറഞ്ഞപ്പോ വന്നാ പിന്നെ ഓക്കെ വളർത്ത്. അങ്ങനെ അള്ളാഹ് എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ മൂസ നബിയെ ഫിർഔന്റെ താടിയും പിടിപ്പിച്ചിട്ട് വളർത്തി. ഫിർഔന്റെ മഴിയിൽ ഇരുത്തിയിട്ട് ഫിർഔന്റെ ബെഡുമൊക്കെ എടുത്തി ഉറക്കിയിട്ട് അള്ളാഹു വളർത്തി. മൂസല്ലദീ റബ്ബാഹു ഫിർഔനു മൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു. ജിബ്രീല് പോറ്റിയ വേറൊരു മോനുണ്ട്, ആരെന്നറിയോ? കഥ പറഞ്ഞ നേരം വിളിക്കൂ. മൂസല്ലദീ റബ്ബാഹു ഫിർഔനു, ഫിർഔൻ പോറ്റി വളർത്തിയ മൂസ മുർസലു, അല്ലാഹുവിന്റെ റസൂലായി. വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു, എന്നാൽ ജിബ്രീല് പോറ്റിയ ഒരു മോനുണ്ട്, ആ മോൻ കാഫിറു, കാഫിറായി മാറുകയും ചെയ്തു. ഹിദായത്ത് ആരുടെ കൈമലാണ്? അള്ളാന്റെ കൈമലാണ്. സാമിരിനെ കേട്ടില്ലേ? സാമിരി ജിബ്രീലാണ് പാലും കൊണ്ടേ കൊടുത്തിട്ട് വളർത്തിയെടുത്തത്. ആ സംഭവം വേറെ ഇബ്നു കസീറിലൊക്കെ വിശദമായിട്ട് ആ സംഭവം വരുന്നുണ്ട്. ആ സാമിരി കാഫിറായി അവസാനം ബനൂ ഇസ്രായേലിനെ പശുക്കുട്ടിനെ ഉണ്ടാക്കി അതിനെ ആരാധിപ്പിക്കുന്നതിന്റെ പണി മൊത്തം എടുത്തത് ആ സാമിരിയാണ്. എന്നാൽ ഫിർഔന്റെ വീട്ടിൽ വളർന്നതോ റസൂലായ മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായി, കൊട്ടാരത്തിലല്ല വളരുന്നത്, ആൾക്കാർക്കിടയിൽ സുസമ്മതനാണ്, കൊട്ടാരവാസിയാണ്. ആസിയ രാജ്ഞി പൊന്നുപോലെ നോക്കുന്ന കുഞ്ഞാണ്. അപ്പോഴും മൂസന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ബനൂ ഇസ്രായേൽ. അതിന്റെ കാരണം എന്താ അറിയോ? കൊട്ടാരത്തിലെത്തിയപ്പോ കുഞ്ഞ് പാൽ കുടിക്കുന്നില്ല. പാൽ കുടിക്കുന്ന പ്രായത്തിലല്ല ഉമ്മ ഒഴുക്കിയത്. അങ്ങനെ ആസിയ നാട്ടിലുള്ള മുലയൂട്ടുന്ന സ്ത്രീകളെ മുഴുവനും വിളിച്ചു വരുത്തി വലിയ വലിയ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും പ്രഖ്യാപിച്ചു. ഫിർഔന്റെ കൊട്ടാരത്തിൽ നിന്ന് കുഞ്ഞിനെ മുലകൂട്ടാനുള്ള ചാൻസ് കിട്ടിയപ്പോ എല്ലാം കൂടി അങ്ങ് വന്നു. കാരണം എന്ത് കിട്ടും? പൈസ കിട്ടും. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലകൂട്ടാൻ വേണ്ടി വന്നപ്പോഴോ ആ പുലക്കേക്ക് ആരും കേറുന്നില്ല. കാരണം അത് ആ അബൂ താലിബിന്റെ
ഫക്കീറിന്റെ മിസ്കീൻ അവിടുന്ന് എന്താ കിട്ടുക? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഹലീമ ഏറ്റെടുത്ത് തിരിച്ചു പോകുമ്പോഴേക്കും വന്ന കൂട്ടുകാരികളെക്കാൾ വലിയ പണക്കാരിയായി ഹലീമ റളിയല്ലാഹു അൻഹാ. പിന്നെ അവർ മുസ്ലിമായി. എല്ലാവരും വന്നു. അല്ലാഹു പറയാൻ, മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ ഞാൻ മൂസക്ക് ഹറാമാക്കി. ഒരാളെ പാലും കുടിക്കുന്നില്ല. ഞാൻ പോലെ ആളുണ്ട്, ഒരൊറ്റ ആളെ പാല് കുടിക്കുന്നില്ല. ഇതാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. നമ്മളെ കുഞ്ഞ് ഒരു 10 മിനിറ്റ് കരഞ്ഞാൽ എന്താക്കുക? നമ്മൾ ഉപ്പന്മാരെന്താക്കുക? എടുത്തിട്ട് പോകണം, അപ്പുറത്താറ്റ് പോയിട്ട് കിടന്നെന്ന് പറയാം. നമ്മള് അത്രക്ക് നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ കുഞ്ഞിങ്ങനെ കരഞ്ഞാല് ദേഷ്യം പിടിച്ചു ഫിരോന്. ഇത് കരച്ചിൽ നിർത്തണ്ടേ? ഇതാരും പാല് കുടിക്കുന്നില്ല, വിളംബരം ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് കൊട്ടാരത്തിൽ ഭയങ്കര ചർച്ച. ആ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, ഒരാളെ പാലും കുടിക്കുന്നില്ല. എന്തായിരിക്കും ഇങ്ങനെ പോയാൽ അവസ്ഥ? മൂസ നബിന്റെ ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങൾ അന്ന് കൊട്ടാരത്തിന്റെ ഭാഗത്തു കൂടി നടന്നു പോകുമ്പം ഈ ചർച്ച കേൾക്കുകയാണ്. പാല് കുടിക്കുന്നില്ല. ഉമ്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇങ്ങനൊരു സംഭവമുണ്ട്, കൊട്ടാരത്തിൽ ആ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, ഉമ്മക്കൊരു കൈ നോക്കിക്കൂടെ? അപ്പൊ പറഞ്ഞു ശരിയാണല്ലോ, എന്ന് പറഞ്ഞാൽ ഞാനും പോവാ. അങ്ങനെ ഉമ്മ പോയി. ഉമ്മ കുഞ്ഞിനെ വാങ്ങിയതും കരച്ചിൽ നിന്നു. ഉമ്മമാരോട് ചേർത്തു. കുഞ്ഞ് ഭയങ്കര വിശപ്പുള്ള ആട്ടുംകുട്ടി പാലുടിക്കുന്ന പോലെ മൂസങ്ങ് പാലുടിക്കാൻ തുടങ്ങി. നേരത്തെ അള്ളാഹ് പറഞ്ഞെന്താണ്? ഇന്നാ റദ്ദൂഹു ഇലൈക്ക്, ഞാൻ നിനക്ക് നിന്റെ മോനെ തിരിച്ചു തന്നോളാം, ധൈര്യമായിട്ട് വെള്ളത്തിൽ വിട്ടോ. അതാണ് യഖീൻ. മൂസ നബി ഉമ്മ വിട്ടു. തിരിച്ചതേപോലെ അള്ളാഹു മോനായിട്ട് തന്നെ കൈമ കൊടുത്തു. വളർന്നു വന്ന മൂസ നബിന്റെ ഉള്ളിലുള്ളത് ഹിസ്ബിയത്താണ്. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേലിന്റെ ഇത് ഖിബ്തികളോട് തീരെ ഇഷ്ടമല്ല. യുവാവായി ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ രണ്ടാൾക്കാരെ അടി. ഒരു ഖിബ്തിയുണ്ട്, ഒരു ഇസ്രായേലുണ്ട്. ഒരിഞ്ഞടി. മൂസ ജിമ്മാണ് ആള്. ജിമ്മ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ടുണ്ടാക്കിയതല്ല, മൊത്തത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഭയങ്കര ആരോഗ്യമാണ്. അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടപ്പം ഈ ഇസ്രായേൽ വിളിച്ചു പറഞ്ഞു, മൂസ അങ്ങനെ പോലപ്പോ ഒന്ന് സഹായിച്ചൂടെ? എന്റെ ആളല്ലേ, വന്നൊരടി കൊടുത്തിട്ടേ ഉള്ളൂ, ഈ ചങ്ങായി മരിച്ചു. ഫവക്കസഹു മൂസ ഫഖദ അലൈഹി. അടി കൊണ്ട ക്ഷണം ഇവൻ മരിച്ചുപോയി. അള്ളാന്റെ തർത്തീവാണ്. കാരണം ഇനി എന്തെല്ലോ പ്ലാൻ നടക്കാറുണ്ട്, ഇനി ഇവൻ മരിക്കണം. മരിച്ചു. മൂസ നബി തൗബ ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. ആരും അറിഞ്ഞില്ല. കാരണം ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയല്ലേ. ഇവനെ ഒളിപ്പിച്ചു വെച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. നാട്ടിൽ ഭയങ്കര ചർച്ച. ഇതാരാ കൊന്നത്? ആരും അറിയുന്നില്ല. ഈ രണ്ടാക്കി അറിയും, മൂസ നബിക്കും ഈ മറ്റേ ചങ്ങായിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേലി മറ്റൊരു ഇസ്രായേലുമായിട്ട് അടി. അപ്പൊ ഉണ്ട് ആള് നടന്നു വരുന്നു. അപ്പോ ഒരടി കൊണ്ടിട്ട് മരിച്ചത് ഇവൻ കണ്ടതാ, നേർക്ക് നേരെ. ഇവന് പേടിയായി. ഇപ്പൊ ഇതിൽ ഇടപെട്ടിട്ട് മൂസങ്ങാനെ എന്നെ അടിച്ചാൽ ഞാൻ മരിക്കുന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ തന്നെ ഇവൻ മൂസ, നീ അടിക്കാൻ വരുന്നതായിരിക്കും അല്ലേ? നീ വല്ല കുഴപ്പക്കാരനാണല്ലോ, ഇന്നലെ മറ്റവനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാ? രഹസ്യം പാട്ടായി. ഇവനെ പറഞ്ഞുപോയി, ഇന്നലെ മറ്റവനെ കൊന്ന പോലെ നീ എന്നെയും കൊല്ലാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? ആൾക്കാർ അറിഞ്ഞു. ആട് തടിച്ചു കൂടാൻ തുടങ്ങി. അപ്പോഴാണ് പട്ടണത്തിന്റെ അങ്ങ് മൂലക്കുന്ന ഒരാൾ ഓടിയിട്ട് പറഞ്ഞു, യാ മൂസ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. മൂസ, കൊട്ടാരത്തിൽ നീയാ കൊന്നു എന്നുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. രാജാവ് ഒരു പട്ടാളത്തിനെ ഏർപ്പാടാക്കി നിന്നെ കൊല്ലാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വണ്ടി വിട്ടോ. ഇന്നി ലക്കൽ മിനൻ നാസിഹീൻ. ഞാൻ നല്ല വെറുതെ തമാശ പറയുന്നല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. വിട്ടോ. നിന്ന നിപ്പിൽ മൂസ നബി ഓടി, നാട് വിട്ടു. ഒരു പ്രവാചകനാകാൻ പോകുന്ന ആളെ കൊണ്ടാണ് അള്ളാഹു ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. വിട്ടു. ഓടടാ ഓട്ടം. പേടിച്ച് ഉറച്ചിട്ടാ പോകുന്നു. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്. പേടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിരീക്ഷിച്ച് ഓടുകയാണ് ഹൈ സ്പീഡിൽ. കുറെ സഞ്ചരിച്ച് ഏതോ നാട്ടിലെത്തി. ഒരു മരത്തിന്റെ താഴെ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സീൻ മാറി. ഫിർഔനും ഖിബ്തിയും ബനൂ ഇസ്രായേലും ഉമ്മ പെങ്ങളൊക്കെ മിസ്റിലാണ്. ഇദ്ദേഹം വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. രാവിലെയായി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കുറെ ആൾക്കാർ ആടുകളെയും കൊണ്ട് കിണറ്റിനടുത്തേക്ക് വരുന്നു വെള്ളം കുടിപ്പിക്കാൻ. മുസ്ലിം എല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് കാണുകയാണ് ചിത്രം.
ഇവരൊക്കെ വന്ന് താങ്ങിപ്പിടിച്ച് കിണറ്റിന്റെ മൂടി മാറ്റി അവർ കൊണ്ടുവന്ന ആടുകൾക്കുള്ള ഇഷ്ടം പോലെ വെള്ളവും കൊടുത്ത് ആ മൂടി അങ്ങ് മൂട്ടി. നോക്കുമ്പോൾ 2 പെമ്പിള്ളര് ദൂരെ മാറിയിരിക്കുന്നു. അതാണ് തറവാട്ട് പറഞ്ഞ പെമ്പിള്ളരുടെ രീതി. ഇങ്ങനെ നിൽക്കൂല ആമ്പിള്ളരുടെ കൂടെ, 2 ഇങ്ങനെ മാറി നിൽക്കുന്നു. ഇവരാണെങ്കിലോ ഈ മൂടി എടുത്ത് അതിന്റെ മുകളിൽ ഇട്ടിട്ട് ആട്ടിനെയും കൊണ്ട് പോവുകയും ചെയ്തു. ഇവരാകെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നിട്ടാണ് നിൽക്കുകയാണ്. കാലമാ ഖത്ബുകുമാ. അപ്പൊ മൂസ നബി ചോദിച്ചു, എന്താ നിങ്ങളെന്താ എടുക്കുന്നത്, പോകുന്നില്ലേ? അപ്പൊ അവര് പറയാണ്, ലാ നസ്ഖി ഹത്താ യുസ്ദിറ الرعاء وابونا شيخ كبير. എന്താ ചെയ്യാ, ആടിന് വെള്ളം കൊടുക്കാണ്ട് പോകാൻ കഴിയില്ല. ഇവരാണെങ്കിൽ ഇത് അടക്കം ചെയ്തു. നമ്മളെ വാപ്പയാണെങ്കിൽ വയസ്സനായി ഇങ്ങോട്ട് വരാനൊന്നും പറ്റൂല. ഇവരെപ്പോഴും ഇങ്ങനെ തന്നെ, വെള്ളം നമുക്ക് കിട്ടൂല. ഇവർ കുടിപ്പിച്ചിട്ട് അവരങ്ങ് പോകും, നമ്മളെ ആടിങ്ങനെയാവും. ഇവര് കസീർ അഹമ്മദ് പറഞ്ഞു, മൂസ നബി ഇരുന്നിടത്തുനിന്ന് കൈകൊണ്ടൊന്നങ്ങ് നീക്കി. ഏത് 10 ആൾക്കാർ പിടിച്ചു വെച്ച് അതിന്റെ മൂടി കൈകൊണ്ടങ്ങ് മാറ്റി. പറഞ്ഞു ആ വെള്ളം കുടിപ്പിക്കുന്നു. മൂസ നബി മാറി നിന്നു. അവര് വെള്ളം കുടിച്ചു. മൂസ നബി അത് അടച്ചു. അവരങ്ങ് പോയി. അദ്ദേഹം ഒരു മരത്തിന്റെ താഴെ പോയി എന്നിട്ട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമ അൻസൽതു ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ നിന്റെ നന്മ, നിന്റെ സഹായം ആവശ്യക്കാരനാണ്. നാടും വീടും വിട്ടു വന്ന് എനിക്കൊന്നും തിരിയുന്നില്ല, എന്താ ആക്കണ്ട്. ഇങ്ങനെ ആകാശം ഇരിക്കുമ്പോണ്ട് ഒരു പെണ്ണിങ്ങനെ വരുന്നു. ഏത് നേരത്തെ പോയ 2 പൊമ്മക്കളിൽ ഒന്ന്. ഇവർ 2 പോയിട്ട് എന്ത് ചെയ്തു, ഉപ്പാനോട് കഥ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടായി വാപ്പ. കാരണം ഇത് ഡെയിലി സംഭവമാണ്. ഇവർക്ക് വെള്ളം കിട്ടലില്ല. ഇന്ന് കിട്ടിയപ്പോൾ സന്തോഷമായി. ഒരാളുണ്ട്, അയാൾ നമ്മളെ സഹായിച്ചതാണ്, അയാളാ വെള്ളം തന്നത്. അപ്പൊ ഉപ്പ പറഞ്ഞു, എന്ത്, നിങ്ങൾ എന്തായാലും വിളിച്ചിട്ട് വാ. فجاءته إحداهما تمشي على استحياء. ആ 2 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് വന്നു. തെംഷി അലസ്തിഹ്യ, നാണത്തോടെ നടന്നുകൊണ്ട് വന്നു. എങ്ങനെ നാണത്തിന്റെ നടത്തം? അതൊന്നും ഇപ്പം മടക്കിരി നോക്കിയാൽ കിട്ടണമെന്നില്ല. കഴിഞ്ഞ തലമുറ, നമ്മളെ ഉമ്മയും നമ്മളെ പെങ്ങന്മാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മളെ മക്കൾക്ക് ഇപ്പോൾ ആ നടത്തം ചിലപ്പോൾ തിരിയണമെന്നില്ല. നാണത്തോടെയുള്ള, ലജ്ജയോടെയുള്ള നടത്തം. പഴയ ഉമ്മമാരെ പറഞ്ഞു കണ്ടില്ലേ, ഒന്നാമതൊന്നും കാണൂല, അതിന്റെ മുകളിൽ കുടയും പിടിക്കും. ഇനി കുടയും പിടിച്ച് മുഖവും മറിച്ചിട്ടാ ഉള്ളതെങ്കിലും ആരെങ്കിലും അന്യര് പോയാൽ കുട ഒന്ന് താക്കും. അത്ര ശ്രദ്ധിച്ചിരുന്നു അവർ. തംഷി അലസ്തിഹ്യ, നാണിച്ചുകൊണ്ട്. അല്ല പറയാണ്, ഒരു പെണ്ണിന്റെ നടത്തം എങ്ങനെയാവണം, ആ നാണത്തോടെയാവണം. ഇത് ജീൻസ് പാന്റും ടീഷർട്ടും അരടാ നാലുണ്ടാ നാല് എന്ന് വിചാരിച്ച നടക്കാണ്. ഇപ്പൊ ജിമ്മും പെമ്പിള്ളർ ജിമ്മും എടുത്ത് മസിലും ആക്കിയിട്ട് അത് കാണുന്ന തരത്തിലുള്ള കുപ്പായം ഇട്ടിട്ടാണ് പിന്നെ ഫേസ്ബുക്കിലും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്നു പെമ്പിള്ളർ. 2 മസിലും പൂർപ്പിച്ചിട്ട് പ്രോട്ടീന്റെ പരസ്യത്തിൽ മൊത്തം പെമ്പിള്ളർ. പണ്ടെല്ലാം ജിമ്മ് ആൺപിള്ളർക്ക് മാത്രമുള്ളതാണ്, ഇപ്പൊ മെയിനായിട്ട് അവരാണ്. അടങ്ങി ഒതുങ്ങി വന്നിട്ട് പതുക്കെ പറഞ്ഞു, ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. നിങ്ങളമ്മ ആടുകൾക്ക് വെള്ളം തന്നല്ലോ, നമ്മൾക്ക് വെള്ളം കോരിക്കൊണ്ടാൻ സഹായം ചെയ്തല്ലോ, അപ്പൊ നിങ്ങൾക്കുള്ള പ്രതിഫലം തരാൻ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. ആ പെണ്ണുപ്പാനോട് പറഞ്ഞ 2 ഗുണങ്ങളാട്ടോ. മടക്കേരിയെല്ലാം ജോലിക്കാരായതുകൊണ്ട്, കച്ചവടക്കാരായതും കേട്ടോളൂ. ഖവിയ്യുൻ അമീൻ. ആ പെണ്ണ് പറയാണ്, ഈ ജോലി ചെയ്ത ആളുണ്ടല്ലോ, ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കാം, ഖവിയാണ്, നല്ല സ്ട്രോങ് ആണ്. അതായത് ഏത് മേഖലയിലാണോ ഉള്ളത് ആ ജോലി ചെയ്യാൻ പറ്റുന്ന ആളെ ആ ജോലി ചെയ്യാവൂ. ആ ഖുവ്വത്ത് വേണം. പിന്നെ അമീൻ, വിശ്വസ്തത വേണം, കള്ളനായിക്കൂടാ. ഏത് മേഖലയിലുണ്ടോ ആ മേഖലയിൽ വിശ്വസ്തത കാണിക്കണം. ഇതുള്ള ആളാണ്. മൂസാ നബി പറഞ്ഞു, ശരി എന്നാ പിന്നെ പോവാ, നീ എൻ്റെ ബാക്കിൽ നടന്നാൽ മതി, ഞാൻ മുമ്പിലാ നടക്കുക. എൻ്റെ വഴി തെറ്റുമ്പം നീ എന്നോടൊന്ന് എന്തെങ്കിലും ശബ്ദം മറ്റോ ഉണ്ടാക്കിയിട്ട് പറഞ്ഞെന്നാ മതി, ഞാൻ മുമ്പിൽ നടക്കാം. പെണ്ണിന്റെ ബാക്കിലാണ് നടന്നുകൂടാ. എന്താ കാര്യം? അതന്നെ കാര്യം, തിരിച്ചില്ല, അതന്നെ കാര്യം. ആണെപ്പോഴും മുമ്പിലാണ്, പെണ്ണ് ബാക്കിലാണ്. ഇത് പറഞ്ഞാൽ എന്നോട് പെണ്ണുങ്ങൾക്ക് ദേഷ്യം പിടിക്കുമെന്നും അറിയില്ല. അങ്ങനെയാണ് അതിന്റെ രീതി. മോള് വഴി കാണിച്ചു കൊടുത്തു, പുരക്കെത്തി. അപ്പോൾ അവിടെ ഒരു വയസ്സനായ മനുഷ്യൻ, ഷുഐബ് നബിയാണെന്നാ പൊതുവെ പറയുക. പക്ഷെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഷുഐബ് നബി അല്ല, ഒരു സാലിഹായ മനുഷ്യൻ. മുസ്ലിം ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്തു, തുടക്കം തൊട്ടുള്ള കഥകൾ മൊത്തം പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ തഖഫ്, ഒരു പേടിയും വേണ്ട, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. അതെല്ലാം എവിടെയോ ഉള്ളത് നിങ്ങൾ പറയുന്ന നാട്, ഇത് വേറെ എവിടെയോ നിങ്ങളുള്ളത്. എന്തോട്ടം ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്, അതെല്ലാം അങ്ങ് എവിടെയോ കഴിഞ്ഞു. ഒരു പേടിയും വേണ്ട, നിങ്ങൾ ആരും കാണൂല്ല, പിടിക്കൂല്ല, അറിയൂല്ല. എടുക്കൻ
ഈ പെണ്ണ് പറഞ്ഞു, യാ അബതിസ്തഅ്ജിർ, ഉപ്പ വെറുതെ വർത്താനം പറഞ്ഞിരിക്കല്ല, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്ക്, ഒരു കൂലി കൊടുക്ക്, നമ്മൾ ഇത്രയും നല്ല ജോലി ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ഉപ്പ പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബ്നതയ്യ ഹാതൈൻ, എൻ്റെ ഈ 2 പെമ്മക്കളിൽ ഒന്നിനെ നിനക്ക് കെട്ടിച്ചേരാൻ വേണ്ടി ഞാൻ ആലോചിക്കുന്നു. നല്ല കൂലി, റാഹത്തായി, ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ ജീവിതം സുഖമായി. പക്ഷേ അവിടെ കേട്ടോ പോയിന്റ്, അലാ അൻ തഅ്ജുറനി 8 ഹിജജ്, 8 കൊല്ലം നീ എൻ്റെ ആടുകളെ മേച്ച് ആട്ടിടനായി ജീവിച്ചാൽ എൻ്റെ മോളെ തരാം. ഇന്ന് പുതിയാപ്പിളോട് അങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാവും? നേരെ ഉൾട്ടയാ ഇന്ന് പുതിയാപ്പിള പറയാ, 8 കോടി തന്നാൽ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ മുള കെട്ടിയിട്ട് പോവാം, വേണ്ട മോനെ നീ കെട്ടണമെന്ന് ഉണ്ടെങ്കിൽ വിട്ടേക്കണം ചോദിച്ചാല്. 8 കൊല്ലം ആടിനെ മേക്കലാണ് മഹർ മുസനബിന്റെ. ഉപ്പ പറയാൻ, പിന്നെ 10 പൂർത്തിയാക്കിയാൽ നല്ലത്, 2 കൊല്ലം കൂടിയാക്കി 10 കൊല്ലം ആടിനെ മേച്ചോളി. മൂസാ അലൈഹി സ്വലാം 10 കൊല്ലം പൂർത്തിയാക്കി, 10 കൊല്ലം ആട്ടിനെ മേച്ചു. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔ കമാ ഖാല റസൂലുള്ളാഹ്, ബനു ഇസ്രായീൽ എന്നൊരു വലിയ ആട്ടിൻകൂട്ടത്തെ പോറ്റാനുള്ള ടീമാണ്. അതിന്റെ തർബിയത്താണ് ഈ 10 കൊല്ലം ആട്ടിൻകുട്ടികളെ കൊണ്ടു കൊടുത്തത്. ആട്ടിനെ പോറ്റിയിട്ടുണ്ടോ? ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ടീമാണ്. ഇര നടത്തിയാൽ അങ്ങോട്ട് പോകും, ആടുന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ വീടുന്ന് അങ്ങോട്ട് പോകും, പിന്നെ ആടുന്ന് അങ്ങോട്ട് പായും. അതിന്റെ ബാക്കിൽ നിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. തർബിയത്ത് അല്ലാഹു കൊടുത്തു മൂസാ നബിക്ക് 10 കൊല്ലം. 10 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ കെട്ടിച്ചു കൊടുത്തു. പുതിയാപ്പളിന്റെയും പുതിയന്റെയും യാത്ര അടുത്ത ക്ലാസ് പറയാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അള്ളാഹു ഈ മാസത്തിന്റെ പവിത്രതയെ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.